അനിൽ കൊടിത്തോട്ടം എന്ന വ്യക്തിയെ കൂടുതൽ പരിചയപ്പെടാനാണ്. കാരണം നമ്മൾ സാധാരണ പാസ്റ്ററെക്കുറിച്ച് കാണാറുള്ളത്, കേൾക്കാറുള്ളത് ഈ ഡിബേറ്റ് വേദികളിൽ, അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എന്ന നിലയിലാണ് നമ്മൾ കൂടുതൽ പാസ്റ്ററെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. എന്നാൽ എനിക്കിന്ന് അറിയേണ്ടത് അനിൽ കൊടിത്തോട്ടം എന്ന വ്യക്തി, ജീവിതാനുഭവങ്ങൾ, അതൊക്കെയാണ് ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത് സാധാരണ എനിക്കൊന്ന് സാർ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഈ തരത്തിൽ ചെയ്തിട്ടുണ്ടോ? ഓർമ്മയില്ല. സാധാരണ എല്ലാവർക്കും അറിയേണ്ടത് ഈ ഹിസ്റ്ററി, അതുപോലെ തന്നെ സാമൂഹിക പ്രശ്നങ്ങളൊക്കെ അറിയേണ്ടത്. ഇന്ന് അതങ്ങ് കുറയ്ക്കുക. എനിക്കറിയേണ്ടത് അനിൽ കൊടിത്തോട്ടം എന്ന പാസ്റ്ററെക്കുറിച്ച്, അനിൽ കൊടിത്തോട്ടം എന്ന പെന്തക്കോസ്തുകാരനെ കുറിച്ച്, എന്ന വ്യക്തിയെക്കുറിച്ചാണ് അറിയേണ്ടത്. ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ സാറേ? ശരിക്കും എൻ്റെ ജനനം എരുമേലിയാണ്. എനിക്ക് കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും ഇടുക്കിയുടെയും ബോർഡറാണ്. മൂന്നിടത്തേക്ക് ഒരു 10 കിലോമീറ്റർ വീതമേ ഉള്ളൂ ഈ ജില്ലകൾ തമ്മിലുള്ള ഞങ്ങളുടെ മേഖലയായിട്ടുള്ള അകലം. പക്ഷേ എൻ്റെ പിതാവ് ഒരു തോട്ടം തൊഴിലാളിയായിരുന്നു, പേര് പോലെ. അതുകൊണ്ട് മാറി മാറി താമസിച്ച് ഞങ്ങൾ എത്തിയ സ്ഥലമാണതെന്ന് പറയാതെ വയ്യ. പിതാവിൻ്റെ നാട് പത്തനംതിട്ടയാണ്, അമ്മയുടെ നാട് ഏലപ്പാറയാണ്. അമ്മയുടെ അമ്മാവൻ്റെ വീടാണ് എരുമേലി, അമ്മയുടെ അമ്മാവൻ. അത് തറവാട് പോലെ, അമ്മയുടെ തറവാടെന്ന് പറയുന്നത് എരുമേലിയാണ്. ഞാൻ അവിടെയാണ് ജനിക്കുന്നത്. അതെ, എരുമേലിക്ക് അധികം ദൂരെയല്ല സാറേ എൻ്റെ വീട്. ഞാൻ റാന്നിക്കാരനാണ്. എരുമേലിയൊക്കെ നമ്മളെപ്പോഴും വരുന്ന സ്ഥലങ്ങളായിരുന്നു ശുശ്രൂഷയുടെ ആരംഭകാലത്ത്. ഞാൻ റാന്നിയിലാണ് പഠിക്കുന്നത്, വലിയകുളം സ്കൂളിൽ. ഓ ശരി, വലിയകുളം സ്കൂളിലാണ് പഠിച്ചത്. 3ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അപ്പം ഈ കോളേജ് വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? കോളേജ് റാന്നി സെന്റ് തോമസിലാണ്. ഓ അത് ശരി. ഏത് വർഷമാണ് സാറേ അത്? ഞാൻ 89-90 ആണ്. 89-90. ദൈവത്തിന് സ്തോത്രം. 90-ൽ ഞാൻ റാന്നി സെന്റ് തോമസ് കോളേജിൽ കയറിയ വർഷമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മൾ അടുത്തടുത്ത സമയങ്ങളിൽ റാന്നി കോളേജിൽ തൊട്ടുപോയിട്ടുണ്ട്. അതെ. അപ്പൊ എൻ്റെ ഒരു ജ്യേഷ്ഠനെ പറഞ്ഞാൽ അറിയാമായിരിക്കും, ഒരു രാജൻ ഉണ്ടായിരുന്നു, എരുമേലിയിൽ നിന്ന് വരുന്നത്, പന്ത് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. SFIയുടെ ഒരു നേതാവാണ് രാജൻ. പുള്ളി BSc സുവോളജിക്ക് പഠിക്കും, SFIയുടെ നേതാവാണ്. ശരി ഞാനല്ല. ശരി പാസ്റ്ററെ കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിരുന്നോ അതോ ഒരു സ്പിരിച്വൽ ലൈനിലായിരുന്നോ? എങ്ങനെയായിരുന്നു ആ കാലഘട്ടമൊക്കെ? എനിക്കൊരു പ്രകട രാഷ്ട്രീയമില്ല, അന്നുമില്ല എന്നുമില്ല. എനിക്കൊരു ചെറിയ SUCI അനുഭവം ഉണ്ടായിരുന്നു. അതിൽ അതിൽ വലിയ പ്രവർത്തനമല്ല എങ്കിലും അതിൽ അവർക്ക് ബാനർ എന്ന് പറഞ്ഞൊരു സാംസ്കാരിക സംഘടനയുണ്ട്. അതുപോലെ ജനകീയ പ്രതിരോധ സമിതി VR കൃഷ്ണയ്യരൊക്കെയുള്ള ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ട്. അതിൽ നിന്ന് ആക്റ്റീവ് പ്രവർത്തകനല്ല, അപ്പോഴും വിശ്വാസി തന്നെയാണ്. അപ്പം ഈ കുടുംബമൊക്കെ ഒരു വിശ്വാസി പശ്ചാത്തലമായിരുന്നോ? ആയിരുന്നില്ല. ഞങ്ങളുടെ പ്രദേശത്തൊന്നും ക്രിസ്ത്യൻ ചർച്ചുകളില്ല. ദൂരെ ഒരു കത്തോലിക്ക പള്ളി, അടുത്തൊരു TSI ചർച്ചുള്ള എന്ന് വിളിച്ചാൽ. ഞങ്ങള് ഹിന്ദു പശ്ചാത്തലമാണ്. ശരിക്കും മല ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയും വീട്ടില് അത്തരം ചടങ്ങുകൾ നടത്തുകയും വിശേഷിച്ച് ഈ മലകളെ പൂജിക്കുന്ന പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വീടാണ്. ഞങ്ങൾ 5 പേരിൽ ഞാൻ ഏറ്റവും ഇളയ ആളാണ്. പിതാവ്, മാതാവ്, പിന്നെ പിതാവിൻ്റെ പിതാവ്, മാതാവ്. ഇത്തരം വലിയൊരു കുടുംബമാണ്. അതാണ് ഒരു ജീവിത പശ്ചാത്തലം. അപ്പൊ ഞങ്ങള് എല്ലാവരും തന്നെ, ഞാൻ ഒഴിച്ച എല്ലാവരും തന്നെ ശബരിമല തീർത്ഥാടനം ചെയ്തിട്ടുള്ളവരും ഈ പളനി മുരുകന്റെ ദേവാലയത്തിൽ കാവടി എടുത്തു പോയി അതിൽ പങ്കെടുക്കുന്നതൊക്കെ ആയിരുന്നു എൻ്റെ പിതാവും മറ്റുള്ള ആളുകളും. എൻ്റെ കാലം മുതലാണ് കൃത്യവിശ്വാസത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള കാരണം എന്താ? കുടുംബം അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാനുള്ളൊരു ജീവിതാനുഭവം എന്തുവാ? അത് ഒരു പരിധിവരെ എൻ്റെ അന്വേഷണം ഒരു ഘടകമായി. 2, ഒരു ശരീരത്തിനുണ്ടായ ഒരു അസുഖം, അതിലുണ്ടായ ഏകാന്തത. ആ അസുഖം നമ്മളെ ഒറ്റപ്പെടുത്തി കളയുന്ന സ്ഥിതി വന്നു. ഈ ശരീരത്തിന് പോളിയോ എടുക്കാനാവാതെ ഒരു പ്രയാസം വരികയും അങ്ങനെ എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന ഒരു 3-4 മാസം ക്ലാസ്സിൽ പോകാൻ പറ്റാതെ വരും ആ സീസൺ ആകുമ്പോൾ. അങ്ങനെ ഒരു വർഷം ഇതങ്ങ് ദീർഘിക്കുന്ന ഘട്ടത്തിൽ പഠനം ഏതാണ്ട് മുടങ്ങി. അപ്പൊ അതെനിക്ക് ഗുണമായ കാര്യം കൂടെ പറയാം. അപ്പൊ ഞാൻ എൻ്റെ ചേച്ചിമാരുടെ പുസ്തകങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് വായിക്കും, വെറുതെ ഇരുന്നു. അപ്പൊ അത് ഞാൻ ആ ക്ലാസ് വരുമ്പോഴേക്കും അതെനിക്ക് എളുപ്പമായി, ആ കാര്യമല്ലേ എളുപ്പമായി.
അപ്പോൾ ഉദാഹരണം, ഞാൻ 3 പഠിക്കുമ്പോഴേക്ക് ഇവരുടെ ആ, 8 ക്ലാസ്സിലേക്ക് പുസ്തകങ്ങളാണ് വായിക്കുന്നത്. എല്ലാ പുസ്തകങ്ങളും ഒന്ന് വായിച്ചു തീർന്ന്, ഈവൻ കെമിസ്ട്രി ആ ക്ലാസ്സിലെ പുസ്തകങ്ങളൊക്കെ വായിക്കും. ഇപ്പോഴും അത് ഓർമ്മയിൽ കിടപ്പുണ്ട്. അപ്പോൾ ആ ക്ലാസ്സിൽ വന്നപ്പോഴേക്ക് ഈ സാറ് പഠിപ്പിക്കുന്നതിലും അഡ്വാൻസ്ഡ് ആയി ക്ലാസ്സിൽ. അപ്പോൾ അങ്ങനെയുള്ള അന്വേഷണം ഒരു വശത്ത്, 2 സുവിശേഷം കേട്ടു. അപ്പോൾ അതിൽ ചില സൗന്ദര്യാത്മകമായ ആത്മീയത എന്ന് പറയാം. എന്ന് വെച്ചാൽ വിഗ്രഹമില്ല, മുഴു പ്രപഞ്ചത്തിൻ്റെയും നാഥനായ ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ മനുഷ്യത്വത്തിലെ വെളിപ്പെടൽ, അതുപോലെയുള്ള ചില ചിന്തകൾ, അത് വലിയ ഉദാത്തമായിട്ട് തോന്നി. ഈ ഭാഷ അല്ലെങ്കിലും ആശയം അതാണ് എൻ്റെ മനസ്സിൽ അന്ന് കിട്ടി ചെറിയ പ്രായത്തിൽ. അപ്പോൾ അടുത്തത് ഞാൻ തന്നെ ആ കാലത്ത് തന്നെ ഇരുന്ന് മറ്റ് പുസ്തകങ്ങൾ, വിശേഷിച്ച് ഒ വി വിജയൻ്റെ പുസ്തകങ്ങളാണ് കൂടുതൽ വായിക്കുന്നത്. ഒ വി വിജയൻ്റെ പുസ്തകങ്ങൾ, അതുപോലെ മാർസിൻ്റെ സാഹിത്യങ്ങൾ, ഇതൊക്കെ വായിക്കും. അപ്പോൾ അത്തരം ചില സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അറിവുള്ള കുറേ സുഹൃത്തുക്കൾ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളൊന്നും അന്ന് കിട്ടില്ല. മുട്ടത്തൂർക്കിയും മാത്യുമറ്റും ഒക്കെ നല്ല ഫേമസ് ആയി നിൽക്കുന്ന കാലമാണ്. ഇതിലും ഈ മാത്യുമറ്റൊക്കെ നമ്മുടെ നല്ല സുഹൃത്തുക്കളാണ്, നാട്ടുകാരാണ് അവിടെ പറയാം. അപ്പം അങ്ങനെയുള്ള ചില ബന്ധങ്ങൾ, മംഗളം കലാസാഹിത്യവേദി, ഇതുവഴിക്ക് കിട്ടിയ കുറേ ബന്ധങ്ങളൊക്കെ വായിക്കാൻ കഴിയും. അപ്പോൾ ആ വായന കൊണ്ടെത്തിച്ചത് അവസാനം ബൈബിളിലാണ്. ഈ ബൈബിളിൻ്റെ വായന ഒരു വലിയ ലോകം നമ്മുടെ മുമ്പിൽ തുറന്നിട്ടു. അതൊക്കെയാണ് ക്രിസ്തുവിലേക്ക് വരുവാനുള്ള കാരണങ്ങൾ. ഈ ബൈബിളിന്റെ വായന ആരംഭിക്കുന്നത് ഏകദേശം ഏത് പ്രായത്തിലാണ്? അത് ഏകദേശം ഒരു 11-ാം വയസ്സിലൊക്കെ തുടങ്ങി. ശരി. ബൈബിൾ സ്വാധീനിക്കാൻ തുടങ്ങി ജീവിതത്തെ. അതെ അതെ. അങ്ങനെയാണ് പിന്നെ പിന്നത്തേതിലൊരു വിശ്വാസ അനുഭവത്തിലേക്കൊക്കെ വന്നത് അല്ലേ? അതെ. മാതാപിതാക്കളൊക്കെയോ? അച്ഛൻ നല്ല പ്രായത്തിൽ മരിച്ചു. അദ്ദേഹത്തിന്റെ പാമ്പ് കടിയേറ്റ് മരിക്കായിരുന്നു. അപ്പോൾ അത് ഒരു 45-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു. പിന്നെ അമ്മ, 2 സഹോദരന്മാരാണ് ഞങ്ങളെ വളർത്തുന്നത്. എനിക്കും 2 സഹോദരന്മാർക്ക് ഇടയിൽ 2 സഹോദരിമാരുണ്ട്. 5 പേരാണ് മക്കൾ. അപ്പോൾ ബൈബിൾ വായന, പഠനം, പ്രാർത്ഥന, ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല, എന്താണ് വിശ്വാസം എന്താണെന്ന് അറിയില്ല. അപ്പോൾ ആദ്യം ഞാൻ ഗൈഡ് ചെയ്യപ്പെടുന്നത് കത്തോലിക്ക ചർച്ചിലേക്കാണ്, കത്തോലിക്ക സഭയിലേക്കാണ്. ഈ കത്തോലിക്ക സഭയിൽ ചെന്നപ്പോൾ അവരുടെ ഭക്തിയും ഒക്കെ വലുതായി തന്നെ തോന്നി. കുറവായിട്ടൊന്നും ഇന്നുമൊന്നും തോന്നിയിട്ടില്ല. കത്തോലിക്കരെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു ആളാണ്. ക്രൈസ്തവ സഭയിൽ 2 കൂട്ടരോടാണ് ബഹുമാനം, കത്തോലിക്കരോടും CSIയോടുമാണ്. ബാക്കി ആളുകളോട് അങ്ങനെ തോന്നിയിട്ടില്ല. എൻ്റെ സഹകരണക്കുറവുകൊണ്ടായിരിക്കാം. അപ്പോൾ പക്ഷെ എന്നെ അതിൽ നിന്ന് അകറ്റിയ ഘടകം വിഗ്രഹാരാധന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ഘടകങ്ങൾ, സെയിന്റ് മേരിക്ക് കൊടുക്കുന്ന ഒരു അമിത പ്രസക്തി, ക്രിസ്തുവിന് കൊടുക്കാത്തൊരു പ്രസക്തി ആ സഹോദരങ്ങൾ കൊടുക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പാസ്റ്ററെ പരിചയപ്പെടുന്നത്. അദ്ദേഹം ഒരു താർക്കികനൊന്നും അല്ലെങ്കിലും നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പ്രാപ്തനായിരുന്നു. പിന്നെ ഒരു സഹോദരി ഈ മറുവശത്ത് സ്പിരിച്വൽ സൈഡിൽ പ്രാർത്ഥിച്ചൊരു അമ്മയാണ്. ഇപ്പം അമ്മയായിക്കാണ് പ്രാർത്ഥനയിലൂടെ എന്നെ ഒത്തിരി ക്രിസ്തുവിലേക്ക് ഗൈഡ് ചെയ്തു. ഇതിനെല്ലാം കാരണമായിട്ടുണ്ട്. പിന്നെ കാലക്രമേണ ഞങ്ങൾ അടുത്തൊരു 4-5 കിലോമീറ്റർ നടന്നു ഒരു ചർച്ച് ബോർഡിൻ്റെ ഒരു ചർച്ചിൽ പോകുമായിരുന്നു. പിന്നെ അവിടെ അങ്ങായി. പിന്നെ ബ്രദറൻ സഭകൾ അടുത്തുണ്ടായിരുന്നു, അവരോടെല്ലാം നല്ല ബന്ധം ആചരിച്ചു. അപ്പോൾ നമ്മുടെ ഒരു ആദ്യകാലം അങ്ങനെയാണ്. അപ്പോൾ ആ കാലത്ത് കിട്ടിയ കുറേ അനുഭവങ്ങൾ, വായനകൾ, പഠനങ്ങൾ, ഫുള്ളും ബൈബിളാണെന്ന് വായിക്കാൻ പറ്റുന്ന, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകം. മറ്റു പുസ്തകങ്ങളൊക്കെ വായിച്ചന്നേ കഴിഞ്ഞു. അതൊക്കെ ഒരു തവണയേ പറ്റുള്ളൂ. നോവലൊക്കെ 1-2 തവണക്കുള്ളിൽ പറ്റില്ല. ബൈബിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ബൈബിൾ വായിച്ചാൽ ആർക്കും മുഷിച്ചിലുണ്ടാകത്തില്ല. പിന്നെയും വായിക്കുവാൻ ഒരു ജീവൻ നൽകുന്ന അനുഭവം വേദപുസ്തകത്തിനുണ്ട്. പിന്നെ കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ ഈ ഒരു ചുവടുകളിൽ കൂടുതൽ മുൻപോട്ട് പോയി അല്ലേ? ഈ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സൈലന്റ് പീരീഡാണ്. കാരണം ചേട്ടനുണ്ട്, അതുകൊണ്ട് നമുക്കവിടെ അല്ലെങ്കിൽ തന്നെ ഞാനൊരു ഉഴപ്പനൊന്നും ആയിരുന്നില്ല. എനിക്ക് പക്ഷെ ഞാൻ എൻജോയ് ചെയ്യാത്തൊരു കാലമാണ്. അപ്പം താല്പര്യം തോന്നിയില്ല. അപ്പം എനിക്ക് വലിയ പ്രശ്നം ഇത് പോരാന്നൊരു ചിന്തയാണ്. ആ ക്ലാസ്സൊക്കെ നമ്മളുടെ ആന്തരികമായ ദാഹത്തെ ശമിപ്പിക്കാൻ പറ്റിയ ഇന്റലക്ച്വൽ അടിസ്ഥാനം ഇല്ലാന്ന് തോന്നി ഈ ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ. ചുരുക്കം ചില അധ്യാപകരുള്ളൂ അങ്ങനെ കൊള്ളാമെന്ന് പറയാം. ജീവിതത്തിൽ തന്നെ ഈ അധ്യാപകർ വളരെ നല്ല അധ്യാപകർ ഇതിനെ കുറവാണ്, അന്നും ഇന്നും കുറവാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അത് ആ ഒരു വിഷയം ഉണ്ടാകും. പിന്നെ എനിക്ക് വായിച്ചാൽ മതി എന്നൊരു ചിന്ത തോന്നും. പിന്നുള്ളതെല്ലാം സെൽഫ് സ്റ്റഡിയാണ്, സ്വന്തം പഠിച്ചാണ് മുമ്പോട്ട് പോയത്. അതിൻ്റെ പരിമിതിയുണ്ട്. ഒരു ട്യൂട്ടർ ഇല്ലാത്തതിൻ്റെ പരിമിതിയുണ്ട്, ട്യൂട്ടർമാർ കൊള്ളൂല എങ്കിൽ അതിൻ്റെ പരിമിതിയുണ്ട്. അതെ.
പാസ്റ്ററെ, ഈ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം പാസ്റ്റർ ഈ കോളേജ് വിദ്യാഭ്യാസ കാലത്തിന് ശേഷം ഒരു പാരൽ കോളേജ് ലൈഫൊക്കെ ഉണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു അധ്യാപന ജീവിതമൊക്കെ ഉണ്ടായിരുന്നെന്ന്. അതെവിടെയായിരുന്നു? ഞാൻ ഈ ഡിഗ്രി കഴിഞ്ഞാണ് ബൈബിൾ കോളേജിൽ പോകുന്നത്. എനിക്ക് അതെന്താണെന്നും അറിയില്ല. ബൈബിൾ ജസ്റ്റ് പഠിക്കുക എന്നുള്ളത് ചെല്ലുകയാണ്. അപ്പൊ ഇങ്ങനെ ബൈബിൾ സംബന്ധമായ ഡിഗ്രി ഉണ്ടെന്നും അത് ഗവേഷണാത്മക പഠനമാണെന്നും ആ ലോകം ഇത്ര സങ്കീർണമാണെന്നും ഒന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് പഠിക്കുക. അപ്പൊ ഈ പഠിക്കാൻ ഒരു തീരുമാനം എടുക്കാൻ കാരണം ഈ പ്രസംഗകരായി വരുന്ന പാസ്റ്റേഴ്സ് പറയുന്ന കാര്യം നമ്മളിങ്ങനെ വിവേചന ബുദ്ധിയോടെ കേട്ടിരിക്കും. ഉദാഹരണം, എണ്ണ പരിശുദ്ധാത്മാവാണ്. അപ്പൊ ഈ നമ്മൾ ചോദിക്കുക ഈ പാസ്വേഡ് കഴിഞ്ഞ് ഇത് എങ്ങനെയാണ് എണ്ണ പരിശുദ്ധാത്മാവാണെന്നൊക്കെ പുള്ളിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അപ്പൊ അതിനകത്തൊരു കൃത്രിമത്വം മണക്കും. അതെന്തോ ഒരു കുഴപ്പമുണ്ടോ? പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവരെന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ആക്കുകയാണ്, DTH ചേർക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ മലയാളം മീഡിയം പഠിക്കുന്നത് വിഭിന്നമാണെന്ന് അറിയാമല്ലോ. അവിടെ എന്നാ പരിശുദ്ധാത്മാവൊന്നും ആകത്തില്ല, അല്ലെങ്കിൽ ഈ യുഗങ്ങളൊന്നുമില്ല. അപ്പം ആ രീതിയിൽ പഠിക്കുമ്പോൾ തന്നെ ഈ മലയാളം നോട്ട്സ് കൂടെ വാങ്ങി പഠിക്കും, രണ്ടുകൂടെ വെച്ച് പഠിക്കും. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ 3 yearsന് ശേഷം എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ലാതെ ട്യൂട്ടോറിയൽ പഠിക്കാൻ ചെന്നാണ് ഞാൻ. പഠിക്കാൻ ചെല്ലുമ്പോൾ 1-2 ക്ലാസ്സിൽ ഇരുന്നപ്പോഴേക്ക് അത് നല്ല ക്ലാസ്സായിട്ട് തോന്നുന്നില്ല. എനിക്ക് അധ്യാപകർ കൊള്ളില്ലായെങ്കിൽ പിന്നെ അത് വിടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അച്ഛനാണ് ഇത് നടത്തുന്നത്. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് കയറി ഈ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ ഞാൻ അവരെ താഴ്ത്തി കിട്ടുന്നില്ല, നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് ഇല്ലാതെ ചെയ്തതെന്നാൽ ഞാൻ പരീക്ഷ എഴുതുക, നിങ്ങളുടെ ഫീസ് അടയ്ക്കാം, എങ്ങനെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ താല്പര്യം തോന്നിയിട്ട് എന്നെ പഠിപ്പിക്കാനായിട്ട് എടുക്കുക 10ാം ക്ലാസ്. അപ്പോൾ ഈ 10 വരെയുള്ള ഏത് എനിക്ക് പഠിപ്പിക്കാമെന്ന് അതിനൊരു കഴിവുണ്ട്. ഇത് അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. തന്നെ എനിക്ക് ഈ കോളേജിൽ അധികം പഠിക്കണ്ട, ഞാൻ ഫിലോസഫിയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ആപ്പാടെ ഇംഗ്ലീഷും അങ്ങനെയുള്ള കാര്യവും സിലബസ് ഒക്കെ കിട്ടും, അത്രേ ഉള്ളൂ. കാരണം ഇത് പഠിപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ എനിക്ക് സന്ദർഭം കിട്ടി. ഞാൻ പതുക്കെ ക്ലാസ് എടുത്ത് ആ 1 കൊല്ലം തന്നെ ഈ 3 കൊല്ലത്തിൻ്റെ ഇടയിൽ എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കും. മലയാളം പഠിപ്പിക്കാൻ അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് മലയാളം പിടിയില്ലായിരുന്നു. പഠിച്ച ഒരു 1-2 ട്യൂട്ടോറിയലുണ്ടായിരുന്നു. അതിലോട്ടത്ത് പ്രമുഖനായ D. ശ്രീമാൻ നമ്പൂതിരി എന്നൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹം നല്ല മലയാളം പണ്ഡിറ്റാണ്. DC ബുക്സി എന്നൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്. D. ശ്രീമാൻ നമ്പൂതിരി. അപ്പോൾ നമ്പൂതിരി സാറ് വളരെ ടോക്കറ്റീവാണ്. അദ്ദേഹത്തോട് ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒത്തിരി നേരം സംസാരിക്കും. ഭയങ്കര ഒരു അറിവിന്റെ സാഗരമാണ്. അപ്പൊ ഈ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ ആ കുറവ് ഞാൻ നികത്തി കേട്ടിരിക്കും. അപ്പം ഞാൻ നല്ല ലിസണറാണ്. അപ്പം ഇദ്ദേഹത്തിന് അത് ഇഷ്ടമായി. അപ്പൊ അദ്ദേഹത്തിലൂടെയാണ് കവിത, സാഹിത്യം, പദ്യം ഈ വഴിക്കൂടെ ഒക്കെ സഞ്ചരിച്ചപ്പോൾ അതും ഒരു വലിയ ലോകമാണെന്ന് മനസ്സിലായിട്ട് കുറെ പഠിച്ചപ്പോൾ ഈ വ്യാകരണവും അനുബന്ധ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ പിന്നെ മലയാളം ക്ലാസ്സിൽ ചോദിച്ചു കയറി. പിന്നെ ക്രമേണ ഞാൻ കൈവെക്കാത്തത് മാത്സും ഹിന്ദിയും ഉള്ളൂ. ബാക്കിയൊക്കെ തന്നെ പഠിപ്പിക്കും. പിന്നെ ഫിലോസഫിയിൽ ഒരു PG ഉണ്ട്, ഹിസ്റ്ററിയിൽ ഒരു PG ഉണ്ട്. അപ്പൊ ഇതൊക്കെ സെൽഫ് സ്റ്റഡിയാണ്. അങ്ങനെ ട്യൂട്ടോറിയലിൽ പിന്നെ ദീർഘനാളുകൾ എൻ്റെ ജീവിതം അവിടെ പലയിടത്തും. ഒരിക്കലും ആ മേഖലയിൽ ഏറ്റവും ഡിമാൻഡുള്ള അധ്യാപകനായിരുന്നു ഞാൻ. ടെക്സ്റ്റ് ബുക്ക് വേണ്ട, ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തൊരു വിഷയം ഒരുവിധപ്പെട്ട വിഷയമൊക്കെ എടുക്കുമായിരുന്നു. ലാംഗ്വേജ് ആയാലും ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ എടുക്കുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം അതാണ് സംഭവിച്ചത്. പ്രത്യേകിച്ചും ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ എടുക്കണമെങ്കിൽ ആ ടെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് കാണാതെ പഠിച്ചിരിക്കണം അല്ലേ? ഞാൻ ടെക്സ്റ്റ് അത് വായിച്ച് കിട്ടുന്ന അറിവിൽ നിന്ന് എൻ്റെതായ ഒരു നോട്ട് ഉണ്ടാക്കും. തൊണ്ണൂറ് അങ്ങനെ ഇപ്പോഴും ബൈബിൾ കോളേജിൽ അങ്ങനെ കൊടുക്കുന്നത്. അപ്ഡേറ്റ് ചെയ്യും, പുതിയ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കും. പിന്നെ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത കുട്ടികൾ അവര് ഒരുവിധം മനസ്സുള്ളവരൊക്കെ പാസ്സാവും. SLC ഒക്കെ പാസ്സാക്കിയിട്ടുണ്ട് ഒത്തിരി പേരെ. ഏജോർ കാൻഡിഡേറ്റ്സിനെ കൊണ്ടുവന്നിട്ട് നിർബന്ധിച്ചിരുത്തി പഠിപ്പിച്ച് അവരൊക്കെ സർക്കാർ ജോലിയിൽ പോയിട്ടുള്ള ആളുകൾക്ക് ഉണ്ട്. അപ്പൊ അത്തരത്തിലൊരു ചാരിതാർത്ഥ്യമുണ്ട്. അപ്പൊ അത് ദൈവം ഒരു ഗിഫ്റ്റ് തന്നാണ് പഠിപ്പിക്കാൻ. അപ്പൊ അത് മനഃപ്പാഠം പഠിപ്പിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറെ കൂടെ യങ്ങാണ്. അപ്പൊ എൻ്റെ കൂടെയുള്ളവരെല്ലാം വലിയ കഴിവുള്ള പ്രാപ്തരായ ആളുകളാണ്. അപ്പൊ ഇവരുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് വേണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ രാവും പകലും ഇരുന്ന് ഇത് വായിക്കുക. വായനയിലും വിഷയമല്ല, അങ്ങനെ ഇരുന്ന് പഠിച്ചപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ അതങ്ങ് 1 കൊല്ലത്തെ ഉള്ളൂ. ഒരു അടുത്ത കൊല്ലം കഴിയുമ്പോൾ ഈ ചാപ്റ്ററൊക്കെ ഓർമ്മ വരും, അതിൽ കിടക്കുന്ന പാട്ട് ഓർമ്മ വരും, കാര്യങ്ങൾ ഓർമ്മ വരും. വിശേഷിച്ച് ഈ കവിതയൊക്കെ ആണെങ്കിൽ അത് കവിത മനഃപ്പാഠം പഠിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊരു പ്രയാസമില്ല. അതിൽ കുറെ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും.
നമ്മുടെ ചിന്തകളിൽ കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ്. പാസ്റ്റർ, ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ ദൈവം അമ്മയുടെ ഉദരത്തിൽ തന്നെ കണ്ടു. അപ്പോൾ നമ്മളെ ഒരു പർട്ടിക്കുലർ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്യുന്ന ഒരു പീരീഡ് ഉണ്ട്. ഈ വേദപുസ്തകത്തിൽ അതിനുപയോഗിക്കുന്ന ഖനിഗർഭം എന്നുള്ള പദമാണ്, വെട്ടിയെടുത്ത ആ ഒരു ഖനിഗർഭം. അപ്പം പാസ്റ്റർ ജീവിതത്തിലും എനിക്കൊന്ന് ഈ പാരൽ കോളേജ് അനുഭവങ്ങൾ ഇതൊക്കെ പാസ്റ്ററെ ദൈവം ഒരു പർട്ടിക്കുലർ ലക്ഷ്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത സമയങ്ങളാണ് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു പ്രിപ്പറേഷൻ പീരീഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അന്നത് അസഹനീയമാണ്. ഒന്നാമത് ചെറിയ വേതനം, അമിതമായ അധ്വാനം, ചെറിയൊരു വേതനമേ ഉള്ളൂ. അന്നതൊക്കെ ഒരു ദാരിദ്ര്യം പിടിച്ച പണി എന്ന് പറഞ്ഞാൽ അതിശോക്തിയില്ല. എന്നാൽ അന്നുള്ള അധ്യാപകരെ അപേക്ഷിച്ച് എനിക്ക് നല്ല വരുമാനമുള്ള ആളുമാണ് അന്നുള്ള അധ്യാപകരെ അപേക്ഷിച്ച്. കാരണം എക്സ്ട്രാ ട്യൂഷനും എല്ലാം ഉണ്ട്. പണിയെടുക്കാൻ എനിക്ക് മനസ്സ് കുറവില്ല, അങ്ങനെ അധ്വാനിക്കും. അപ്പോൾ തദനന്തരം ഞാൻ അവിടുത്തെ അതെല്ലാം നിർത്തി ചില ദൈവീക നിയോഗങ്ങളെ ആസ്പദമാക്കി ആ ഫീൽഡ് വിട്ട് മിനിസ്ട്രിയിലേക്ക് തിരിയാന്ന് തോന്നുന്നു. അങ്ങനെ നാട്ടിൽ വരുമ്പോൾ ഒരു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ചെല്ലുകയാണ്. അവിടെ സംഭവിച്ചത് എനിക്ക് അപ്രാപ്യമായ വിഷയങ്ങൾ അവിടെ കിട്ടുന്നത്. എൻ്റെ മേഖലയായിട്ട് ബന്ധമില്ല. കാരണം ഈ ബൈബിൾ കോളേജുകളുടെ ഒരു പ്രശ്നം തെറ്റിദ്ധരിക്കില്ല. ഒരു കുടുംബ സംവിധാനമായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ പലപ്പോഴും നടത്തുന്നത്, ഒരു ട്രസ്റ്റും ഒക്കെ. അപ്പോൾ ഈ വരുന്ന രണ്ട് കാര്യങ്ങളുള്ളത്. ഈ ബൈബിൾ കോളേജ് നടത്തുന്ന ആളുകൾക്ക് നല്ല ദർശനമുണ്ട്. രണ്ട് കാര്യങ്ങൾക്ക് ദർശനം കാണത്തില്ല. ഒന്ന്, ദർശനം ഇല്ലാത്തവർ അതിൽ കാണും, അവരെ കൂട്ടിടുന്നൊരു ദർശനം കിട്ടത്തില്ല. രണ്ടാമത്തെ കാര്യം, ടീച്ചേഴ്സിനുള്ള സാലറി കൊടുക്കണം, ആ ദർശനം കിട്ടത്തില്ല. ബാക്കിയൊക്കെ കറക്റ്റാണ്. ബൈബിൾ കോളേജ് നടത്തുന്ന മിക്കവാറും ആളുകളുടെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നു. അപ്പോൾ എനിക്ക് പഠിപ്പിക്കേണ്ടി വന്ന വിഷയങ്ങൾ പെൻഡറ്റുക്ക് പഠിപ്പിക്കേണ്ടി വന്നു. പിന്നെ വന്നത് പോയറ്റിക്കൽ ബുക്സ്, അതിഷ്ടമായിരുന്നു. അത് ഇഷ്ടമായിരുന്നു. എനിക്ക് ഇഷ്ടം യോഹന്നാന്റെ സുവിശേഷം, അത് കിട്ടിയിട്ടില്ല. ഒരിടത്ത് മാത്രമേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഡാനിയൽ ആൻഡ് റെവലേഷൻസ് ഒക്കെ ചെറിയ പ്രായത്തിൽ കിട്ടി. അപ്പൊ എനിക്ക് അന്നേരം തോന്നി അതിനകത്ത് എൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ വേണം. അതിൽ ആർക്കും പറഞ്ഞു, മറ്റൊരാൾ പറഞ്ഞു എന്നത് കൊണ്ട് നിൽക്കാതെ പഠിക്കണം. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ തെറുവായി. പിന്നീട് കേരളക്കരയിൽ എനിക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാക്കി തന്നത് ഈ ദാനിയേൽ വെളിപ്പാട് പഠനങ്ങളായിരുന്നു. അതിൽ ഞാൻ കണ്ടെത്തിയ കുറെ നൂതന കാഴ്ചപ്പാടുകളൊക്കെ വിവാദങ്ങളായെങ്കിലും അത് സ്വീകരിക്കപ്പെടുകയും ക്ഷണിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ സാറ് പറഞ്ഞ പോലെ എല്ലാ അനുഭവങ്ങളും പ്രിപ്പറേഷനാണ്. ഇതും പ്രിപ്പറേഷനാണ്. ഇതിലും വലിയൊരു കാര്യത്തിലേക്ക് പോകാനുള്ള ദൈവത്തിന്റെ പരിശീലനമാണ് നമുക്കെല്ലാം കിട്ടുന്നത്. അതെ, ഞാൻ ഇടയ്ക്ക് വിട്ടുപോയ ഒരു ചോദ്യം പുറമോട്ടിറങ്ങി ഒന്ന് ചോദിക്കുകയാണ്. അതായത് ഈ ബൈബിൾ സ്കൂളിലേക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേ പോയെന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു തീരുമാനം, അതിൻ്റെ പിന്നിൽ ഘടകമായി തീർന്നത്, പ്രേരിപ്പിച്ചത് എന്താണ്? കാരണം ആ ഒരു ചെറിയ പ്രായത്തിൽ പെട്ടെന്ന് അങ്ങനെ ഒരു ബൈബിൾ സ്കൂൾ വിദ്യാർത്ഥിയാകുന്നു. അതിന്റെ കാരണം വീട്ടിൽ നിന്നുള്ളൊരു സമ്മർദ്ദം. ഞാനൊരു ശരാശരി മീതെ പഠിക്കുന്ന ഒരാളാണ്. വീടും സമൂഹവും എല്ലാം എന്നിൽ അർപ്പിച്ച ഒരു പ്രതീക്ഷ മറ്റൊന്നാണ്. ആ കൂടെ ഞങ്ങളുടെ നാട്ടിലെ സംഘടനാ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് കൂട്ടുകാര് നമുക്ക് തരുന്നത്, സ്കൂളിൽ പഠിക്കാൻ ശേഷി കിട്ടിയ അവരെന്ത് ചെയ്യാൻ റെഡിയാണ്. IAS എന്നൊരു മോഹം അവർ നമ്മളിൽ തിരികെ കയറ്റാൻ ശ്രമിക്കുക. അപ്പൊ അന്നത്തെ ഒരു സ്ഥിതി വെച്ച് പറ്റുമെന്ന് എനിക്കും അറിയാം. പഠിക്കാൻ പറ്റും, അതെനിക്ക് നല്ല ബോധ്യമാണ്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പാടുകൾ വന്നു. ഞങ്ങൾക്ക് ഭൂമി ഉണ്ടായിരുന്നു 2-2.5 ഏക്കർ. ഇതൊക്കെ ഏതാണ്ട് വിറ്റു പല വഴിക്കായി. ഒത്തിരി പ്രയാസങ്ങളിലൂടെ പോയി. അപ്പൊ ആ സമയത്ത് ജോലിക്ക് ഇറങ്ങേണ്ടി വന്നു. ജോലി എന്ന് പറഞ്ഞാല് ഞാനൊരു ഹോട്ടലിൽ ജോലി ചെയ്താണ് പഠിക്കുന്നത്. ഡിഗ്രിക്ക് പഠിക്കുന്നത് തന്നെ ഹോട്ടലിൽ ജോലി ചെയ്താണ്. അപ്പോ ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലാത്ത ഹോട്ടലാന്ന് പറയണം, മനസ്സിലായോ? ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളില്ലാത്ത, അത് ഷിഫ്റ്റാണ്. രാത്രി തിയേറ്ററിൽ ചായ കൊടുക്കണം, അവിടുന്ന് പടം കഴിഞ്ഞ് ഇറങ്ങുന്നവരെക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഞാനതിന്റെ ഓളിൻ ഓളാണ്. അവിടെ അടിമത്തം പോലൊന്നുമില്ല, പക്ഷെ വേറെ ജോലിക്കാരുണ്ട്, അവരൊക്കെ നമ്മുടെ കീഴിൽ പോലെയാണ്, പക്ഷെ എല്ലാ ജോലിയും ചെയ്യണം. അപ്പൊ ഞാൻ എൻജോയ് ചെയ്തു. കാരണം എന്താന്ന് വെച്ചാല് അന്നേരം ഈ പഠനം വലിയ കാര്യമായിട്ട് തോന്നാറില്ല. വായിച്ചാൽ മനസ്സിലാവും, ഒരു പരീക്ഷ എഴുതണേ, ഒന്ന് വായിക്കാൻ പോയി എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ പക്ഷെ അതെന്നെ ഒത്തിരി ധനപരമായിട്ടൊക്കെ ബാധിച്ചു. അത് അങ്ങനെ വന്നപ്പോൾ എൻ്റെ ലോകം അതായി പോകുന്നൊരു ചിന്ത വന്നു. കാരണം എനിക്ക് ബിസിനസ് മനസ്സിലായി, ഹോട്ടൽ ബിസിനസ് മനസ്സിലായി. എങ്ങനെയാണ് അതിലെ ലാഭം എന്താണ്, അതിൻ്റെ വഴി എന്താണ്. അപ്പൊ ഈ ഞാൻ നിന്ന ഹോട്ടലുകാരൻ എന്നോട് വലിയ കാര്യമാണ്. അപ്പൊ അദ്ദേഹം മദ്യപാനിയാണ്. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, നീ ഇത് നോക്കി നടത്ത്, നമുക്കൊരു ഷെയറായിട്ടൊക്കെ പോകാം, നീ പഠിക്കാനൊന്നും പോണ്ട, ഈ വഴി തന്നെയാണ് മുമ്പോട്ട് പോകാൻ പോകും. അപ്പൊ എനിക്കും അത് രസമായി തോന്നി. പൈസയൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ
അപ്പൊ ഞാൻ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഉൾവിളി കിട്ടുകയാണ്. ദൈവവചനം നന്നായിട്ട് പഠിക്കുക, അപ്പൊ അവരുടെ ഗൈഡൻസ് കിട്ടും. എന്ത് വേണമെന്നുള്ളതിനെ ചൊല്ലി ഒരു ഗൈഡൻസ് കിട്ടും. അല്ലെങ്കിൽ ഈ ജോലി അല്ലെങ്കിൽ ഈ ഷോപ്പിന്റെ ഭാഗമാകുക, അപ്പൊ അതുവഴി ഒരു നല്ല ലാഭം കിട്ടും. ഇതിലേതാണ് ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അവിടെ തന്നെ കിടന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഗൈഡൻസിന് വേണ്ടി പ്രാർത്ഥിച്ച് നേരം വെളുത്ത് പത്രം നോക്കുമ്പോൾ ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരസ്യം കാണാം, അഡ്വർടൈസ്മെന്റ് കാണാം. അപ്പൊ ഞാൻ ഇതിലേക്ക് അങ്ങ് കത്ത് വിട്ടു. അപ്പൊ ഈ കത്ത് ഒന്ന് ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂവിന് വിളിച്ചപ്പോഴും നമ്മൾ ഈ പശ്ചാത്തലമൊക്കെ തുറന്നു പറഞ്ഞു. അപ്പൊ അത് കിട്ടിയില്ല. അന്നത്തെ കാലത്ത് ഈ അഡ്മിഷൻ കിട്ടാൻ പ്രയാസമുള്ള കാലമാണ്. കിട്ടാതെ വരുമ്പോൾ ഞാൻ ഒരു കത്ത് എഴുതി, ഈ കോളേജിൽ നിന്ന് ആരെങ്കിലും നിർത്തി പോവുകയാണെങ്കിൽ അങ്ങനെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു ഒഴിവ് വരും, അപ്പൊ ആ ഒഴിവിൽ എന്നെ പരിഗണിക്കണം എന്ന് പറയുകയും അത് വായിച്ച ഒരു സാറിന് സഹതാപം തോന്നി എന്നെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ കൃപയാല് ഈ ലൈബ്രറിയുടെ ഒരു ചുമതല കൂടി കിട്ടി. ലൈബ്രറിക്ക് ബുക്ക് അടുക്കി വെക്കാൻ, നമ്മുടെ ഡ്യൂബി ഡെസിമൽ ക്ലാസിഫിക്കേഷൻ അതനുസരിച്ച് ബുക്ക് ഓർഡറിൽ വെക്കണം. അങ്ങനെ ആ ലൈബ്രറിയുടെ രീതിയൊക്കെ ക്രമേണ പഠിച്ച് ഈ ക്ലാസ്സിലിരിക്കുന്നതിനേക്കാൾ ഇഷ്ടം ലൈബ്രറി ആയിരുന്നു. വിശാലമായൊരു ലൈബ്രറി, അതിലിരുന്ന് പിന്നെ എനിക്ക് വായിക്കാൻ പറ്റിയതോടെ ഭയങ്കര ഞാൻ തേടിച്ചെന്ന സ്ഥലം, അന്വേഷിച്ച സ്ഥലം കിട്ടിയൊരു സുഖമായി. അങ്ങനെ ഈ ദൈവശാസ്ത്രത്തിന്റെ അതുപോലെ തന്നെ തത്വചിന്തയുടെ ഒക്കെ ഒരു പുതിയ ലോകം എനിക്ക് തുറന്നു കിട്ടി. അങ്ങനെയാണ് ആ പഠനത്തിലേക്ക് തിരിയുന്നത്. അപ്പം ബൈബിൾ കോളേജിൽ എത്തിയ ചരിത്രം അതാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരുപക്ഷെ ഹോട്ടൽ ലൈനിൽ നിന്ന് ദൈവം നമ്മളെ രാവിലെ ഒരു അഡ്വർടൈസ്മെന്റ് കാണിച്ച് അവിടുന്ന് പുറത്തിറക്കി, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നൊരു ഹോട്ടൽ വ്യവസായിയായിട്ടൊക്കെ ജീവിച്ചേനെ അല്ലേ? ഇല്ല എന്ന് പറയാൻ വയ്യ. എനിക്ക് പഠിക്കണം എന്നൊന്നുണ്ട്. എന്ന് വെച്ചാല് ജോലി ചെയ്യാൻ അന്നൊന്നും മടിയില്ല. ഇപ്പോഴും ജോലി ചെയ്യുന്ന വലിയ ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ കൺവെൻഷനൊക്കെ വന്നാൽ മനഃപൂർവ്വം അധ്വാനിക്കും, അതിനു വേണ്ടി കസേരയിടാനൊക്കെ തുനിയും. ഈ ജോലി ചെയ്യുന്ന ഒരു മാനസിക സുഖമാണ്. അതുകൊണ്ട് ജോലി ചെയ്യുമ്പോൾ തന്നെ പഠിക്കണം, അങ്ങനെയുള്ളൊരു ലോകം കൂടെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അങ്ങനെ പറയാം. പിന്നെ തുറന്നു പറഞ്ഞാൽ എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ആ ഫീൽഡ് ഇഷ്ടമായിരുന്നു. സിനിമയും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും നാടകവും ആ ഫീൽഡ് ഇഷ്ടമായിരുന്നു, എഴുത്ത്. അപ്പൊ അങ്ങോട്ട് ശ്രദ്ധിക്കണം എന്നൊരു പ്ലാനിട്ടിരുന്നു അവിടെ. ഞാൻ ഈ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, ഒരുപക്ഷെ ഇത് ജീവിതാനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായമാണ് എനിക്ക് കേൾക്കേണ്ടത്. ശരിക്കും ഈ നമ്മൾ സാർ ഇന്ന് നിൽക്കുന്ന ഫീൽഡ്, ഡിബേറ്റൊക്കെയുള്ള ഫീൽഡ്, പ്രത്യേകിച്ചും വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളുമായിട്ടാണ് സംസാരിക്കുന്നത്. അതിനകത്ത് വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, നാസ്തികരുണ്ട്, അല്ലേ, ദൈവവിശ്വാസമുള്ളവരുണ്ട്, എല്ലാ വിചാരധാരയിലുള്ള ആളുകളുമായിട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്തൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് അപ്പോളജറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു റാഷണൽ മൈൻഡ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എനിക്കൊന്ന് ബൈബിൾ സ്കൂൾ വിദ്യാഭ്യാസം സത്യത്തിൽ അതിന് നമ്മളെ സഹായിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഈ എക്സജേസിക്കൽ ടൂൾസൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ക്രിറ്റിസിസംസ്, ടെക്സ്റ്റൽ ക്രിറ്റിസിസം, ഫോം ക്രിറ്റിസിസം, ഇതൊക്കെ ശരിക്കും ഈ പറഞ്ഞ എയ്ത്തിസ്റ്റുകൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ വേദപുസ്തകം പഠിപ്പിക്കുന്നവർ ഉപയോഗിച്ച ടൂൾസാണ് അല്ലേ? എന്താ സാറിൻ്റെ അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം എന്താ, നമ്മൾ ഈ വേദപുസ്തകത്തെ ക്രിട്ടിക്കലായിട്ട് അപ്രോച്ച് ചെയ്യുന്നതിനെ കുറിച്ച്? അതെ, ആധുനിക യുക്തിചിന്തയുടെ പിതാവ് തന്നെ റെനെ ദെക്കാർത്തയാണ്. ദെക്കാർത്തെ ഒരറിയപ്പെടുന്ന തിയോളജിയും കൂടിയാണ്. ബിഗ് ബാങ്ങും അതുപോലെ തന്നെയാണ്. ഇവരെല്ലാം ക്രിസ്തീയ പശ്ചാത്തലമുള്ളവരാണ്. അപ്പൊ നമ്മൾ കൊടുത്ത ലോജിക്ക്, നമ്മൾ കൊടുത്ത ശാസ്ത്രാവബോധം, നമ്മൾ കൊടുത്ത ചിന്ത, അപ്പോൾ അത് സ്പിനോസ എടുത്താലും തോമസ് അക്വീനാസിനെ എടുത്താലും ഒക്കെ തന്നെ കിട്ടുന്ന ചിന്തയുടെ ഒരറ്റമാണ് ഇന്നത്തെ നിരീശ്വരന്മാർ കൈകാര്യം ചെയ്യുന്നത്. ഇവര് പറഞ്ഞു വരുമ്പോഴേ മനസ്സിലാകും പോക്കിങ്ങോട്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല് 4004 BC മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഇവര് പുതിയൊരു കണ്ടെത്തൽ പോലെയാണ് പറയുന്നത്. അതൊക്കെ നൂറ്റാണ്ട് മുമ്പേ ക്രൈസ്തവ ലോകം തള്ളിക്കളഞ്ഞാണ് ഈ വാദം. ഇത് ഇന്നത്തെയാണെന്ന രൂപത്തിൽ അവര് കണ്ടെത്തി എന്നുള്ള നിലയിലേക്ക് സംസാരിക്കാന്ന് പറഞ്ഞാലോചിച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഈ ടോമി സെബാസ്റ്റ്യൻ എന്ന സുഹൃത്ത് പറഞ്ഞത് പുള്ളിയുടെ ഒരു പുസ്തകം വായിച്ചിട്ടാണ് ഞാനിതെല്ലാം ഗ്രഹിച്ചതെന്നാണ്. അപ്പൊ ആ പാപ്പരത്ത് നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ഞാനിത് കണ്ടെത്തിയ സ്ഥലം കൂടെ പറയാം. ഈ ദേശീദേവിന്റെ ഒരു മലയാളത്തിൽ ഇറങ്ങിയ പുസ്തകം ഉണ്ടായിരുന്നു, എൻ്റെ ബൈബിൾ പരമ്പര, നമ്മുടെ ഗുഡ് ന്യൂസ് ഇറക്കുന്നതാണ്. അതിൽ ബൈബിളും സാഹിത്യവും എന്ന് പറഞ്ഞൊരു പുസ്തകം പുള്ളി ഇറങ്ങിയിട്ടുണ്ട്, ബൈബിളും മതവും. അപ്പൊ അതില് അദ്ദേഹം ഇതൊന്ന് പരാമർശിച്ചു പോകുന്നു, ഇത്തരം കാര്യം. അതൊക്കെ ഓർക്കണം 90കളിലെ ഗ്രന്ഥമാണ്. അപ്പൊ അത്രയും നാൾ മുമ്പ് നമ്മൾ ഇത് വരികയും അതിനോട് പ്രതികരിക്കേണ്ട രീതി പഠിക്കുകയും ഒക്കെ ചെയ്തു.
അപ്പൊ ആ പ്രതികരിക്കേണ്ട രീതിയിൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു ആത്മാർത്ഥതയാണ് വിഷയം. ഒരു കൃത്രിമത്വം ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്ത് ഇവരോട് പ്രതിപാദിക്കാതെ ആത്മാർത്ഥത എന്ന് പറഞ്ഞാല് നമുക്ക് തന്നെയാണ് വിജയം എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും അവർക്ക് വിൻ ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം നമ്മുടെ ഈ സ്റ്റഫുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സംസാരിക്കാൻ സമയം തരാത്തൊരു പരിസ്ഥിതിയാണ്. എന്നെ ഒരു പ്രമുഖ ചാനലിൽ വിളിച്ചു ചർച്ചയ്ക്ക്. ഞാൻ പറഞ്ഞ അവതാരകനോട് താല്പര്യമില്ല. കാരണം അയാളുടെ ശബ്ദം കേൾപ്പിക്കുക കൂടുതൽ സമയം. അവതാരകൻ എന്നിട്ട് നമ്മളെ ഫൂളാക്കാൻ പാകത്തിന് അവിടെ കൊണ്ട് നിർത്തിയിട്ട് ബാക്കി കേൾക്കാൻ തയ്യാറാതെ സ്വന്തം ഇഷ്ടത്തിന് വളച്ചൊടിക്കുക. അതായത് ആങ്കറിസ് പണി നടക്കുന്നു. അപ്പൊ ആങ്കറിസത്തോടുള്ള താല്പര്യക്കുറവുണ്ട്. അതിൽ പോയില്ല. കാരണം എത്രേ ഉള്ളൂ, അറിയപ്പെടുന്ന ചാനലാണ് അത്. നമുക്ക് നല്ല റേറ്റിംഗ് ഉള്ള സെക്കുലർ ചാനലാണ്. നിങ്ങളുടെ അത് തുറന്ന് ഞാൻ പറഞ്ഞു, ഇന്നാരും അവതാരകനാണെങ്കിൽ എനിക്ക് പ്രയാസമാണ്. കാരണം അദ്ദേഹം കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റായ രീതിയാണ്. അത് ഇടപെട്ട് സംസാരിക്കുകയാണ്, നമ്മളൊരു കാര്യം പറഞ്ഞ് മുഴുവിപ്പിക്കാതെ. ഇങ്ങനെയൊക്കെയുള്ള ചില ശൈലികൾ അവർക്കുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിക്കുന്നു, നമുക്ക് ട്രെയിനിങ് കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പിന്നെ ലോജിക്കലി ചിന്തിക്കുക, കാര്യങ്ങളെ യുക്തിസഹജമായി വിലയിരുത്തുന്നതിന് ബൈബിളോ ഒന്നും എതിരല്ല. കാരണം സകലതും ഇവാലുവേറ്റ് ചെയ്യണം, നല്ലത് മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മുടെ. അപ്പൊ ബൈബിൾ തന്നെ അതിനെ പിന്തുണയ്ക്കുന്നത് യുക്തിബോധത്തെയാണ് ബൈബിൾ പിന്തുണയ്ക്കുന്നത്, യുക്തിവാദത്തെയല്ല. യുക്തിബോധ അധിഷ്ഠിതമാണ് ബൈബിളിന്റെ കാഴ്ചപ്പാട്. അതിനകത്ത് എന്താ തർക്കമുള്ള? അതെ. അതോടൊപ്പം തന്നെ ചേർത്ത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് വേദപുസ്തകത്തെ ക്രിട്ടിക്കലി സ്റ്റഡി ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം അവരുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഭാഗമാണ്, അയ്യോ വേദപുസ്തകത്തെ എങ്ങനെയാണ് നമ്മൾ വിമർശനാത്മകമായിട്ട് പഠിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ തിയോളജി എന്ന പദം തന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പദമാണ്. ഞാനും എൻ്റെ ജീവിതത്തിലും ഞാൻ ശരിക്കും തിയോളജി പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, ക്രിട്ടിക്കലി പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ സത്യത്തിൻ്റെ ആ കോറ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ വേദപുസ്തകത്തെ നമ്മൾ വിമർശിച്ച് അകറ്റി നിർത്തുകയല്ല, നമുക്കതിൻ്റെ ഇൻ ഡെപ്തിലുള്ള ട്രൂത്ത് കണ്ടെത്തണം. അതുകൊണ്ട് തന്നെ ഒരു ചിന്തയുണ്ട്, തിയോളജി പഠനം തെറ്റാണ്, അല്ലെങ്കിൽ തിയോളജി ആരെയും സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല, തിയോളജിയൻസ് ആകുന്നത് തെറ്റാണെന്നൊരു ചിന്താഗതി പൊതുവിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഇടയിലുണ്ട്. എനിക്കറിയാം സാറ് ഒരു ബൈബിൾ സ്കൂൾ അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു കമൻ്റ് എന്താണ്? ഈ തിയോളജിക്കൽ വിദ്യാഭ്യാസം, ക്രിട്ടിക്കൽ തിയോളജി, ഇതിനെക്കുറിച്ചൊരു കമൻ്റ് എന്താ? അത് ഒരു അപകടം ഉണ്ടാക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ക്രിട്ടിക്കൽ സ്റ്റഡി. എൻ്റെ കാരണം പറയാം. ഇപ്പൊ നമ്മളുടെ ആളുകൾ എഴുതിയ ഇസ്ലാമിനെ കുറിച്ചുള്ള ബുക്കുകളുണ്ട്, നമ്മുടെ ആളുകൾ എഴുതിയ ഹിന്ദുയിസത്തെ പറ്റിയുള്ള ബുക്കുകളുണ്ട്. ഇതെല്ലാം ഇതിനെ പ്രൈസ് ചെയ്തുകൊണ്ടാണ്. എന്ന് വെച്ചാൽ അതിൽ നല്ല ചിന്തയുണ്ട്. ഒരാൾ ഇസ്ലാമിനെ പറ്റി പറഞ്ഞത് ഹൈപ്പോത്തസീസ് ഉള്ള ഒരേ ഒരു മതം എന്നാണ് പറഞ്ഞത്. ഹൈപ്പോത്തസീസ് ഉള്ള ഒരേ ഒരു മതം. അപ്പോൾ അത് അയാൾ പ്രൂവ് ചെയ്യുന്നുണ്ട് എഴുതി. ഞാൻ ആ ഓദറിന്റെ പേര് പറയുന്നത് ശരിയല്ല, ഒരു പുരോഹിതനാണ്. ഹിന്ദുയിസത്തെ പറ്റി അക്സെപ്റ്റൻസ് ഉള്ള മതം, എല്ലാ ആൾക്കാരെയും അക്സെപ്റ്റൻസ് ഉള്ള മതം. ഇങ്ങനെ ഇദ്ദേഹം പറയാൻ കാരണം അവിടെ ക്രിട്ടിക്കൽ സ്റ്റഡി ഇല്ലാതെ പോയതുകൊണ്ട്, അവിടുത്തെ സ്കോളേഴ്സ് എഴുതിയ പുസ്തകത്തെ അവലംബമാക്കി എഴുതിയത് കൊണ്ടാണ്. പക്ഷെ പ്രശ്നം എന്താ, ഞങ്ങളെപ്പോലെ ചോദ്യം ചെയ്യുന്ന ആളുകൾ വന്നപ്പോഴേക്ക് അതിന്റെ രണ്ടിന്റെ അടിസ്ഥാനം തകർന്നു. ഏതാ ഇപ്പുറത്ത് ഞങ്ങൾ ക്രിറ്റിസിസം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് അതിന്റെ അവര് പറഞ്ഞ വാദം നിലനിൽക്കാതെ വന്നപ്പോൾ ഇന്ന് ആ മേഖല നിശബ്ദമായി. നമ്മുടെ ഓപ്പോസിറ്റ് സെക്ഷൻ അങ്ങേക്ക് അറിയാമെന്നാണ് ഞാൻ ധരിക്കുന്നത്. പണ്ട് തെരുവിലൊരു പാസ്റ്റർ ബൈബിളുമായിട്ട് നിന്ന കറക്റ്റ് ഇത്തരം ആളുകൾ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യും, ഈസാ നബി ആരാ, തൃത്വം എന്താ. ഇപ്പൊ ആ ശല്യം ഒഴിഞ്ഞു, എന്നേക്കുമായിട്ട് എന്നെ ദൂരീകരിച്ചു. അപ്പോൾ അതിന്റെ കാരണം എന്ന് വെച്ചാൽ അവർക്കും അറിയില്ല, ക്രിറ്റിസിസം വരുന്നുള്ള വിവരം അവർക്കും അറിയില്ല, ഇത്തരം സംഗതി വരുന്നെന്ന് അറിയില്ല. ഇത് നമുക്ക് മുമ്പേ കിട്ടിയെന്നുള്ളതാണ്. നിങ്ങൾ പറയാൻ പോകുന്നത്, നിങ്ങൾ എടുക്കുന്ന വടി ഏതാണെന്ന് നമുക്കറിയാം, പക്ഷെ അത് അവർക്ക് അറിയാൻ പറ്റാതെ പോയി. അറിയാൻ പറ്റാതെ പോയപ്പോൾ സ്ഥിതി മാറി. ഒരു എക്സാമ്പിൾ, ഒരു ഡിബേറ്റില് ഒരു ഐഡിയ അവർ വെച്ചു, പ്രോഫറ്റിന്റെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, പ്രോഫറ്റിന്റെ എത്തിക്സ് വേഴ്സസ് ബിബ്ലിക്കൽ എത്തിക്സ്, അത് പറ്റിയല്ല. അങ്ങനെ പറഞ്ഞ് ശരി, പ്രോഫറ്റിനെ പറ്റിയോ, പ്രോഫറ്റ് എന്നുള്ളത് ഇൻവേർട്ടഡ് കോമ സിംഗിൾ ഞാൻ പറയും കേട്ടോ. അപ്പോ അങ്ങനെ ഇടുക. അപ്പൊ ഞാനിത് എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു അതൊക്കത്തില്ല, അത് വേണം. പറഞ്ഞു വേണ്ട, അവര് പറയുന്ന എനിക്ക് വിശ്വാസമാണ്, നിങ്ങൾ പറഞ്ഞോളാം. അപ്പൊ ഇവര് നേരെ കണ്ടീഷൻ എല്ലാം വെച്ചിട്ട് പ്രോഫറ്റിന്റെ എത്തിക്സ് പറയാൻ പാടില്ല, ശരി, ദെൻ ഗോഡ്സ് എത്തിക്സ്, അള്ളാഹ്സ് എത്തിക്സ് ആൻഡ് ക്രൈസ്റ്റ് എത്തിക്സ് എന്ന് പറഞ്ഞു. അള്ളാഹുടെ എത്തിക്സ് വന്നപ്പോഴേക്ക് ഞാൻ ഈ പ്രോഫറ്റിന് അള്ളാഹ് എന്തെല്ലാം ചെയ്തു കൊടുത്തു എന്ന് വായിച്ചിട്ട് നേരെ അങ്ങോട്ട് കയറിയപ്പോഴേക്ക് അവർ പറഞ്ഞു ഇത് പറ്റില്ലെന്ന് പറഞ്ഞേ. ഞാനിവിടെ പറഞ്ഞു, ഞാൻ പറഞ്ഞ നിങ്ങളോട് പ്രോഫറ്റിന്റെ എത്തിക്സ് പറയില്ലെന്നാ, അള്ളാഹുടെ എത്തിക്സായി പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് ഇദ്ദേഹത്തിന് ചെയ്തു കൊടുത്താൽ ഇങ്ങോട്ടാ നേരെ തിരിക്കാം. മനസ്സിലായില്ലേ? ലോജിക്കലി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ഉദ്ദേശിച്ചു, എനിക്ക് അതെല്ലാം പറയാൻ പറ്റി. അപ്പൊ ഈ അടി വരുമെന്ന് അവർ ഓർത്തില്ല. അപ്പൊ ദയനീയമായിട്ട് അവർക്ക് കീഴടങ്ങേണ്ടി വന്നു.
പക്ഷെ ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റിന് ഈ ഒരു കാര്യത്തിൽ പരാജയം വരാത്തതിന്റെ കാരണം അയാൾക്കറിയാം ഇന്നെടുക്കും ഇന്ന സാധനം കൊണ്ടുവരികയാണ്, ഇന്ന രീതി കൊണ്ടുവരികയാണ്. അപ്പൊ നമുക്ക് ശരിക്ക് കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, ഈ തിരിച്ച് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് പോലും രണ്ടു കൂട്ടർക്കും ഒരുപോലെ ഇടപെടാൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. സൃഷ്ടി ശരിയാണോ എന്നൊരു ചോദ്യത്തിന് ഡിബേറ്റ് ഇല്ല. സൃഷ്ടിയോ പരിണാമമോ എന്ന് വെക്കണം. സൃഷ്ടിയും പരിണാമവും വന്നെങ്കിൽ അല്ലെ ഇവർക്ക് നമ്മളെ എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കാം, ഇവർക്ക് ബേർഡൻ ഓഫ് പ്രൂഫ് ഇല്ലാതെ വരും. അത് പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞതാ. ആ ചോദ്യത്തിന്റെ മുമ്പിൽ അവർ പതറും. അപ്പൊ നമ്മുടെ പല ആൾക്കും പറ്റുന്നൊരു പരാജയം, ഇവർക്ക് ഈ ടോപ്പിക് ഇടാൻ പോലും അറിയില്ല. കാരണം നമ്മൾ പോയി ഏകപക്ഷമായി നിന്ന് കൈ കെട്ടിയിരുന്ന് അടി വാങ്ങിക്കൊണ്ട് വരികയാണ്. അപ്പൊ ഇവർ ജയിച്ചതായിട്ട് കരഘോഷം അടിച്ച് ബഹളം വെച്ച് പോവാണ്. അതിനുള്ള അവസരം കൊടുക്കാതെ ബാലൻസ്ഡ് ആയിട്ടായിരിക്കണം ഈ ടോപ്പിക്ക് പോകുന്നത്. ഇതിലൊക്കെ വന്നിട്ടുള്ള ചില അപജയങ്ങളുണ്ട്. തന്നെ ഇപ്പൊ ഇന്നത്തെ ഒരു കാലത്ത് ഏതൊരാൾക്കും അനായാസേന കൈവെക്കാൻ പറ്റിയൊരു മേഖലയാണിതെന്ന് അവർക്കൊരു തോന്നലുണ്ട്. അങ്ങനെയല്ലത്. കാരണം 2 മണിക്കൂർ ക്ലാസ് എടുക്കുന്നതിനേക്കാൾ പ്രസംഗിക്കുന്നതിനേക്കാൾ വലുതാണ് 2 മിനിറ്റ് എടുത്തതിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാന്നുള്ളത്. അപ്പൊ അത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളുടെ ആ തട്ടെപ്പോഴും അതിങ്ങനെ താണു തന്നെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതെ, വളരെ ശരിയായ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞാൽ ശരിയായിരിക്കും. നമ്മൾ ആളുകളെ അന്ധവിശ്വാസികളാക്കുകയല്ല. ഈ അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് പോലെ ശോധന ചെയ്ത് പരിശോധിച്ച് ശരി മുറുകെ പിടിക്കാനാണ് നമ്മൾ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുന്നു. വചനത്തിൽ അങ്ങനെ തന്നെയോ അതിൻ്റെ റൂട്ട് വരെ ചെന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതൊരു നല്ല മെത്തേഡാണെന്ന്. അപ്പം നമുക്ക് തിരിച്ച് സാറിൻ്റെ അനുഭവങ്ങളിലേക്ക് തന്നെ വരാം. അപ്പം നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ബൈബിൾ സ്കൂൾ വിദ്യാഭ്യാസവും പാരലൽ കോളേജ് ഒരു കാലഘട്ടവും അതിലൊക്കെയായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ബൈബിൾ സ്കൂൾ അധ്യാപനം ആ ഒരു വിധത്തിലൊക്കെ പോയി. എനിക്കറിയാം, ഒരു ഭാഷാ അധ്യാപകനായിട്ടല്ലേ, പ്രത്യേകിച്ചും ബിബ്ലിക്കൽ ലാംഗ്വേജസൊക്കെ ആ ഒരു മേഖലയിലേക്ക് എങ്ങനെ വന്നത്? അത് സത്യം പറഞ്ഞാൽ അതൊരു സെൽഫ് സ്റ്റഡിയാണ്. കാരണം ഞാൻ പഠിച്ച ബൈബിൾ കോളേജ്, രണ്ടാമത് പഠിച്ചൊരു ബൈബിൾ കോളേജിൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഫണ്ടമെന്റലായിട്ടൊരു പഠനമാണ്. കൺസർവേറ്റീവ്സ് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെ ക്രിട്ടിക്കൽ സ്റ്റഡി ഒന്നുമില്ല. ഈവൻ ഡെയ്സ് ബൈബിൾ വെക്കാൻ പോലും അംഗീകരിക്കില്ല. ബിക്കോസ് ഡെയ്സ് സ്പീക്കിംഗ് ഇൻ ടങ്സ് വിശ്വസിക്കുന്ന ആളാണ്. അതുപോലും ആ ലൈബ്രറി വെക്കാൻ വയ്യ, അത്ര യഥാസ്ഥിതരാണ്. പക്ഷെ അവരുടെ ഒരു ഗുണം ഈ ഗ്രീക്ക് ഹീബ്രു ലാംഗ്വേജസ് ശരിക്കും പഠിക്കും. നമ്മുടെ ഈ ATS സിലബസിനേക്കാളൊക്കെ നല്ലതാണ് ആ ഒരു കാര്യം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ MD-കാരും ഒക്കെ പഠിച്ചിറങ്ങുന്ന അതിനേക്കാളുള്ള നോളജ് അവിടുത്തെ ഒരു BD കഴിഞ്ഞിറങ്ങിയ ആൾക്ക് കിട്ടും. പിന്നെ എനിക്കിതിനകത്ത് പറ്റിയൊരു കാര്യം, ഞാൻ ഇവ രണ്ടും വീണ്ടും വായിക്കാൻ തുടങ്ങി. രാവിലെ ഇത് വായിച്ചു, വൈകിട്ടും രാവിലെ ഗ്രീക്ക് വായിച്ച വൈകിട്ട് ഹീബ്രു വായിക്കും. എന്നിട്ട് അതിൻ്റെ പഠനം നടത്തി കുറേ കഴിഞ്ഞപ്പോൾ ലാംഗ്വേജ് അല്ലേ നമുക്ക് തരവാകും. അപ്പോൾ അത്യാവശ്യം നമുക്കിപ്പോൾ ഒരു BD ലെവൽ പഠിക്കുന്ന കേരളത്തിലോ ഇന്ത്യയിലോ ഒക്കെ പഠിക്കുന്ന ആളുകൾക്കുള്ള അവർക്ക് ക്ലാസ് എടുക്കാൻ പാകത്തിനുള്ള ഒരു ഗ്രാഹ്യം കിട്ടി. ആദ്യകാലത്തൊക്കെ ഞങ്ങൾ ഈ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വലിയൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു പലയിടത്തും. പിന്നീട് ഇപ്പോൾ ഇഷ്ടം പോലെ ടീച്ചേഴ്സ് ഒക്കെ ആയി തുടങ്ങി. എങ്കിലും എനിക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, റെഗുലർ ക്ലാസ് ഉണ്ട്. ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അത്യാവശ്യം ഒരു അടിസ്ഥാനത്തിലുണ്ട്. ശരി. ജീവിതാനുഭവങ്ങളിലേക്ക് ചില ചെറിയ ചോദ്യങ്ങൾ. പിന്നെയും മറക്കാനാവാത്ത ക്രിസ്തീയ അനുഭവങ്ങൾ നിശ്ചയമായിട്ടും ജീവിതത്തിലുണ്ട്. ഇത്രയും നാളത്തെ ശുശ്രൂഷ ജീവിതം, ഒരു വ്യക്തി എന്ന നിലയിൽ കർത്താവുമായിട്ടുള്ള ബന്ധം, അതിലൊക്കെ ഒത്തിരി മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സ്പിരിച്വൽ എൻകൗണ്ടേഴ്സ്, ദൈവത്തെ രുചിച്ചറിഞ്ഞ അങ്ങനെയുള്ള അനുഭവങ്ങൾ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഡിബേറ്റുകളിൽ കാണുന്ന അനിൽ കൊടിത്തോട്ടത്തിൻ്റെ അപ്പുറമായിട്ട് ഉള്ള ഒരു ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നുള്ള ചില അനുഭവങ്ങൾ കേൾക്കാൻ ആഗ്രഹമുണ്ട്. ദൈവമായിട്ടുള്ള ബന്ധം എന്നത് കൂടുതൽ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള മനുഷ്യരെ, അല്ലെ ദൈവപദ്ധതിയും നമ്മുടെ പദ്ധതിയുണ്ട്, നമുക്ക് അതിനോട് കണക്റ്റഡ് ആകണം. ദൈവത്തിന്റെ പദ്ധതിയിൽ കണക്ട് ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം. സോക്കറ്റ് റെഡിയാണ്, അതിൽ എനർജി വന്നിട്ടുണ്ട്. ഞാൻ കണക്ട് ചെയ്യാതെ എനിക്ക് AC ഫാനൊന്നും കിട്ടത്തില്ല. അപ്പൊ ദൈവം റെഡിയാണ്, ഞാൻ അതിലേക്ക് ടച്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ ചെറിയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു കാരണം, ഒട്ടേറെ പ്രശ്നങ്ങൾ ആഭ്യന്തരവും ബാക്കിയും ഒക്കെ ആയിട്ടുണ്ട്. ഇതിന് പേടി ഉണ്ടാവാറില്ല, ഭയം വരാതിരിക്കുന്നു തന്നെയാണ് എനിക്ക് കിട്ടി. ഞാൻ ഇതൊക്കെ ഓർക്കും, എനിക്ക് അങ്ങനെ സ്വയമേ ഭയം വരാതിരിക്കേണ്ട ഒരു പശ്ചാത്തലം ഒന്നുള്ള ആളല്ല. പക്ഷെ ഭയം വരാം, പക്ഷെ എനിക്ക് ഭയമേ ഇല്ല, ഒരു ഭയമില്ല. ഒരു സ്റ്റേജിൽ കയറി വെട്ടിയിട്ടാലും എനിക്ക് അവിടെ ഒരു അചഞ്ചലതയ്ക്ക് ഒരു കുറവുണ്ടാവില്ല. അതൊരു വലിയ ദൈവകൃപയാണ്. ഒരിക്കലും ഹൈ റേഞ്ചിലൊരു സ്ഥലത്ത്
ഒരു മനുഷ്യൻ സ്റ്റേജിൽ വന്നിട്ട് ഈ തെങ്ങ് എത്തുന്ന മനുഷ്യൻ, അയാൾ ഈ ബാക്കിൽ അതെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അയാളുടെ കയ്യിലിരുന്ന നീളൻ പാക്കത്തി കൊണ്ട് വെട്ടി. പക്ഷെ അത് കൊണ്ടത് മൈക്കിന്റെ സ്റ്റാൻഡിനാണ്, എൻ്റെ ഇദ്ദേഹത്ത് കൊണ്ടില്ല. അപ്പോൾ അത് ഒരു അനുഭവം, മറക്കാനാവാത്തൊരു അനുഭവം. അന്തരീക്ഷമൊക്കെ ആകെപ്പാടെ മാറി. പിന്നെയും ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിച്ചു. അതൊന്നും ബാധിക്കാതെ പ്രസംഗിച്ചു, ഒട്ടും ബാധിക്കാതെ. അവിടെ നിന്ന് അയാളെ ആൾക്കാർ മാറ്റിക്കൊണ്ട് പോയി, ഞാനവിടെ നിന്ന് പ്രസംഗിച്ചു. ഇത് ജീവിതത്തിൽ മറക്കാനാവാത്തൊരു വിഷയമാണ്. മറക്കാനാവാത്ത വേറൊരു സംഭവമാണ്, എൻ്റെ കുറേ സുഹൃത്തുക്കൾ താർക്കികരായിട്ട് റൂമിൽ വന്നു. അത് ഒരാൾ വളരെ ഫേമസ് ആണ്, സുരേഷ് കീടില്ലോ എന്ന് പറയും. നമ്മുടെ മംഗളം പത്രത്തിൻ്റെ കട്ടപ്പന ബ്യൂറോ ചീഫൊക്കെയാണ് ഇദ്ദേഹം. ഞങ്ങൾ നല്ല കൂട്ടുകാരാണ്. വൈകിട്ട് ഞങ്ങൾ ഒത്തുകൂടും. ആ സമയത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കെ, അത് ഒരു അഗ്നോസ്റ്റിക് ആണ്, അല്ലാതെ നിരീക്ഷണമൊന്നുമല്ല. കുറേ കൂട്ടുകാരുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഞാനിതുപോലെ കസേരയിരിക്കുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് എഴുന്നേറ്റ് മാറണമെന്ന് തോന്നും. എന്തിനു വേണ്ടി മാറി. ഈ സമയത്ത് എൻ്റെ മുകളിൽ ഉണ്ടായിരുന്നൊരു വലിയ ലൈറ്റ് കത്തിപ്പഴുത്ത് താഴോട്ട് വീണ് ഞാനിരിക്കുന്ന സ്ഥലത്ത് കറക്റ്റ് അമ്പരം വീണു. ഞാനിവിടെ പറഞ്ഞ് കൃത്യം എനിക്ക് ഇവിടുന്ന് മാറണമെന്നും ഇപ്പം ഇത് പൊട്ടി വീണത് എന്താണ്. അപ്പം നിങ്ങളുടെ ഭാഷയോടോ നിങ്ങളുടെ ആശയത്തോടോ ഒന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു ദൈവം യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് കിട്ടിയ ഒരു തെളിവാണ്. അങ്ങനെ അവിടെ നിന്ന് സന്തോഷത്തോടെ പോയ ഒരു അനുഭവം ഓർക്കുന്നുണ്ട്. പിന്നെയുള്ളത് വ്യക്തിപരമായ കുറേ അനുഭവങ്ങൾ, ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഒക്കെ കിട്ടിയ കുറേ അനുഭവങ്ങൾ, ആത്മനിർവനുഭവങ്ങൾ, ചില പ്രവചനങ്ങളിലെ കൃത്യതകൾ, ചില പ്രവചനങ്ങളുടെ ഈ ഡേറ്റ് വെച്ചൊക്കെ ചില ദിവാസന്മാർ പറയുക. ആ ഡേറ്റിൽ നമ്മളിതൊക്കെ മറന്നിട്ട് കാലം കഴിഞ്ഞ് ആ ഡേറ്റ് യാഥാർത്ഥ്യമാകുക. ഇതൊക്കെ ഒത്തിരി അനുഭവങ്ങളുണ്ട്, വളരെ വളരെ വലിയ അനുഭവങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് കിട്ടുന്ന ചില വിടുതലിൻ്റെ അനുഭവങ്ങൾ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് എവിടെ തുടങ്ങേണ്ടതല്ല, അതുപോലെ ഉണ്ട് കാര്യം. ചെറിയ 1-2 കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള അനുഭവങ്ങൾ. കാരണം സാധാരണ നമ്മൾ ഡിബേറ്റൊക്കെ നയിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു അനിൽ കൊടിത്തോട്ടത്തെയാണ് എല്ലാവരും മനസ്സിൽ ചിന്തിക്കുന്നത്. പക്ഷേ ഇൻ്റലക്ച്വൽ എന്നതിന് അപ്പുറമായിട്ട് ഈ പറഞ്ഞതുപോലെ മധുരിക്കുന്ന ആത്മീക അനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് 1-2 അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിൽ ഒരെണ്ണം ഉള്ളത്, ഈ ന്യൂമോണിയ ബാധിച്ച് ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പം എനിക്ക് പക്ഷേ റെസ്റ്റ് എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അതിൻ്റെ കാരണം 2ആണ്. എൻ്റെ വൈഫ് പ്രസവിച്ച്, മൂത്ത കുട്ടിയെ പ്രസവിച്ച് കിടക്കുന്നു. അവളുടെ ചേച്ചി ഗുരുതരമായ ക്യാൻസർ ബാധിതയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നു. 3ാമത് അവളുടെ മറ്റൊരു ചേച്ചിയുടെ ഹസ്ബൻഡ് മരണാസന്നനായി കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു. ഞാൻ ഒരാളെ ഓടാ ഈ കാര്യത്തിൽ, ഈ പല കാര്യങ്ങൾക്ക് വേണ്ടി യാത്രയാകണം. അത് വലിയൊരു ക്രിട്ടിക്കൽ ടൈമാണ് ജീവിതത്തിൽ. അപ്പോൾ തന്നെ ഞാൻ ഈ ക്ലാസ്സുകൾ ബൈബിൾ കോളേജിൽ ഒരിക്കലും ഈ അറ്റൻഡൻസ് ഇല്ലാവില്ല. ജീവിതത്തിൽ ഒറ്റ അറ്റൻഡൻസേ ഉള്ളൂ ഇല്ലാതെ വന്നുള്ളൂ പഠിപ്പിക്കാൻ പോലത്ത് ആ സ്ഥാപനത്തിൽ. അതെനിക്ക് വയ്യാതെ കൊണ്ടാണ്. അപ്പോൾ ഈ ജ്യേഷ്ഠൻ മരിച്ചുപോയി ചെറിയ പ്രായത്തിൽ, വൈഫിൻ്റെ ചേട്ടത്തിയുടെ ഹസ്ബൻഡ്. അപ്പം ഇതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങണം, കുറേ കാര്യങ്ങൾക്ക് വേണ്ടി. ഞാൻ ഈ ന്യൂമോണിയ വെച്ചുകൊണ്ട് പോവാണ്, യാത്രയ്ക്ക് പോവാണ്. തന്നല്ലേ എനിക്ക് വയ്യ എന്നുള്ളത് ആരോടും പറയാനും വയ്യ, ഒരാശ്വാസം ആരുമില്ല. ഇങ്ങനെ വന്നിട്ട് ഒരു ജംഗ്ഷനിൽ വന്ന് ബസ് കാത്തു നിൽക്കുക, തല ചുറ്റി വീഴുക. അവിടെ വീണിട്ട് ഈ വല്ലാതെ വൊമിറ്റ് ചെയ്തു. ഒടുക്ക ആരൊക്കെ എടുത്ത് അടുത്തടുത്ത് കൊണ്ട് പരിചരിച്ച് ഈ കിടപ്പിൽ ഈ മരണത്തിൻ്റെ ഒരു സാന്നിധ്യം നമ്മൾ അറിയുകയാണ്. മരണം തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പൊ പേടി വരത്തൊന്നുമില്ല. എനിക്കങ്ങനെ ഭയമെന്നൊരു വികാരം ഇല്ല സത്യം പറഞ്ഞു. മരിച്ചെങ്കിൽ മരിച്ചു, അത്രേ ഉള്ളൂ. അതിലിപ്പം എന്താ, ഞാൻ ഇതിലൊക്കെ ഓർക്കാറുണ്ട്, അന്നേരം മക്കളെ കാണണമെന്നോ ഭാര്യയെ കാണണമെന്നോ ഒരു ചിന്ത അങ്ങനെ ഇല്ല, അമ്മയെ കാണണമെന്നൊന്നും വരാറില്ല. അപ്പം എനിക്ക് മരണം തൊട്ടു മുമ്പ് നിൽക്കുന്നതും നമ്മെ മരണത്തിലേക്ക് ആനയിക്കുന്നതുമായ ഒരു പവർ ഇങ്ങനെ അറിയാം. മക്കളെ പെട്ട് വിളിക്കുക ഒന്നുമില്ല. ഞാൻ നിസ്സംഗതയോട് അതിനെ പ്രതികരിച്ചിരിക്കുമ്പോൾ പോകുന്ന 2ാം ഘട്ടം. അപ്പൊ ഈ പനി അങ്ങോട്ട് കൂടി ഡോക്ടർ ഒന്ന് പരിശോധിക്കുന്നു, ഇവർ ചോദിക്കുന്നു, പനി വല്ലാത്ത ലെവലിലെത്തി. അപ്പൊ അവർ മെനിഞ്ചൈറ്റിസിലേക്ക് കാര്യങ്ങൾ പോവാണ്. അപ്പൊ ആരും നമ്മളെ നോക്കാനില്ല, ആരാണ്ട് കൊണ്ട് ഹോസ്പിറ്റലാക്കിയിരിക്കുകയാണ് പുറത്തോളം. അപ്പൊ അവര് ട്രീറ്റ് ചെയ്യാനും മടി, ആരാ എന്നാന്നൊരു പിടിയില്ല. 10-25 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ കുറെ കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ വിറച്ച് വല്ലാത്തൊരവസ്ഥയിലെത്തി. അപ്പം
അവരും ആകെ ആശങ്കാകുലരായി. കാരണം ഇവർക്ക് എന്ത് ചെയ്യണമെന്നോ ആരാണെന്നോ ഒരു പിടിയില്ല. അവിടേക്കൊരു ദൈവാസൻ ബൈ ചാൻസ് വന്നു. അന്ന് ഈ അനിൽക്കുടത്തോടൊന്നൊരു പേരൊന്നുമില്ല. പേരുണ്ടാവും, ആരും അങ്ങനെയൊന്നും ആരും അറിയില്ല. ഇദ്ദേഹം ഇങ്ങനെ പതുക്കെ ചോദിക്കും, എനിക്ക് ബോധമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്നടത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി, അവിടെ നിന്ന് ആരെങ്കിലും വരും. പിന്നെ സഹോദരങ്ങളൊക്കെ വന്നു. അപ്പോഴേക്ക് ഇത് സീരിയസ് ആയ ഒരവസ്ഥയിലേക്ക്. അപ്പം പിന്നീട് അടുത്തൊരു ഒരു ഒരു അതിനൊരു റിവേഴ്സ് ഓർഡറിൽ ഞാൻ ജീവിതത്തിലേക്ക് വരികയാണ്, തിരിച്ചിങ്ങ് വരികയാണ്. അന്നേരം കിട്ടുന്ന ഒരു ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട്. അതൊരു സ്പിരിച്വലി ഭയങ്കര സുഖമാണ്. പറഞ്ഞറിയിക്കാനാവാത്തൊരു സുഖത്തിലേക്ക് തിരിച്ച് നമ്മൾ എങ്ങനെ താഴേക്ക് പോയോ അവിടുത്തെ തിരിച്ചു വരികയാണ്. അപ്പോൾ അതിനുശേഷം കുറേ ഗിഫ്റ്റ്, ദൈവത്തിൻ്റെ കുറേ കൃപകൾ അതിനുശേഷം കിട്ടി. അപ്പോൾ എൻ്റെ ശ്രോതാക്കളോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്, ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ചില ഒറ്റപ്പെടലുകൾ വരും. നിങ്ങൾ എത്ര അലറി വിളിച്ചാലും നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടില്ല. നിങ്ങൾ എന്തൊക്കെ സമരം ചെയ്താലും നിങ്ങൾക്ക് നീതിന്യായവും കിട്ടൂല. അപ്പം നിങ്ങൾ ഫ്രസ്ട്രേഷൻ അവിടെ ആവശ്യമില്ല. കാരണം അത് അങ്ങനെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. കാരണം ഈ മാനസികാവസ്ഥയിലുള്ള ഒരാളെ നാളെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ. പിന്നെ കോവിഡ് കാലം എനിക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു. കോവിഡ് കാലത്തെടുത്തൊരു തീരുമാനം, മരിച്ചാലും ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കണമെന്ന് വന്നാൽ ഞാൻ പോകും. അടുത്തത്, അവിടുന്ന് ഭക്ഷണം തന്നാൽ കഴിക്കും, അവർ കൈ തന്നാൽ കൈ കൊടുക്കും. പിന്നെ അത് ഞാൻ ഈ പ്രിവെൻഷൻ വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഡെറ്റോളും വെള്ളവും മറ്റു കാര്യമൊക്കെ കരുതിയിട്ടുണ്ട്. കാറിൽ പോകും. കോവിഡ് ഉള്ള മനുഷ്യൻ്റെ എനിക്കതോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടില്ല. ഈ മുടി വെട്ടാൻ എനിക്കറിയാം, മുടി വെട്ടാൻ. അവരുടെ മുടി വെട്ടിക്കൊടുക്കുകയും ഇതൊക്കെ ചെയ്ത് അവർക്കതൊരു വലിയ അനുഭവമായി. അതിലൊരാൾ ഇത് വീഡിയോ ആക്കി ഇടാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, ഫേസ്ബുക്കിൽ. പിന്നെ ഒത്തിരി പേർക്ക് ഞങ്ങൾ തന്നെ ഫുഡ് ഈ പിരിവൊന്നും എടുക്കാതെ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊണ്ടു കൊടുത്തു. അപ്പോൾ അതിലൊരു മനുഷ്യൻ കഴിച്ചിട്ട്, ദിവസങ്ങൾ കൂടി ആഹാരം കഴിച്ചിട്ട് നമ്മുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഇരിപ്പുണ്ട്. മറക്കാനാവാത്തൊരു സന്ദർഭം. എഴുതാൻ വല്ലാതെ കിടക്കുകയാണ്. ഞാൻ അവരുടെ ടോയ്ലറ്റും വൃത്തിയാക്കി, പരിസരമൊക്കെ വൃത്തിയാക്കി. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് കഴിയുക. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളിക്ക് കിട്ടിയൊരു ബലമുണ്ട്, വലിയൊരു ബലം. അപ്പോൾ എനിക്ക് കിട്ടി. ഞാൻ ഞങ്ങളുടെ സ്ഥലത്ത് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. പിന്നെ മരിച്ചുപോയ കുറേ മനുഷ്യർ, അതും വലിയൊരു സംഭവമാണ്. മരിച്ച ഒരു മനുഷ്യൻ്റെ, എൻ്റെ ഒരു ബന്ധുവിൻ്റെ ശവശരീരം എടുക്കാൻ പോവാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ. അതിൽ വിറകടിക്കിയ പോലെ മനുഷ്യ ശരീരം കിടക്കാറ്. അതിൽ കുഞ്ഞിൻ്റെ ശവം. അവരുടെ കാലയിൽ ഒരു ടാഗ് കിട്ടിയിട്ടുണ്ട്, ഈ പേരറിയാൻ. ഇതിൻ്റെ ഇടയിൽ നിന്ന് വിറക് മാറ്റി എടുക്കും പോലെ ഈ ശവങ്ങൾക്കിടയിൽ നിന്ന് നമ്മളെ വേണ്ടപ്പെട്ടവരെ എടുക്കണം. അപ്പം ഇതൊക്കെ എനിക്കത് കോവിഡ് പിടിക്കാമായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ന്യൂമോണിയ ബാധിതനായിരുന്നു, വീക്കായൊരു ബോഡിയാണ്, ഫുഡ് വളരെ കുറച്ച് കഴിക്കുന്ന ഒരാളാണ്. പക്ഷെ ദൈവം അതിൻ്റെ ഇടവഴി നടന്നിട്ട്, കോവിഡിൻ്റെ ഇടവഴി ഇങ്ങനെ കാര്യമായൊന്നും ഇല്ല നടന്നിട്ട് എന്നെ തൊടാൻ കോവിഡിന് കഴിഞ്ഞില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഇത്തരം കുറേ അനുഭവങ്ങളാണ്. പിന്നെ ഇതുപോലെ ഉള്ള എതിരുകളുടെ നടുവിലൂടെ ഞാൻ വന്നിട്ടുണ്ട് ഒത്തിരി അനുഭവങ്ങൾ. അപ്പം ഞാൻ ഈ വെല്ലുവിളിക്കൊന്നുമില്ല, അവരോട് അവിടെ വെച്ച് ക്ഷുഭിതനാകത്തൊന്നുമില്ല. വേദി പറയുന്നില്ല, അവര് പറയുമ്പോൾ തിരിച്ചല്ലാതെ പറയില്ല. നിങ്ങൾ കൊല്ലുവാണെങ്കിൽ കൊന്നു, വെട്ടുവാണെങ്കിൽ വെട്ടുവോ, ഞാൻ നിസ്സംഗതയോടെ ഇരിക്കും. ഇവിടെയൊക്കെ കിട്ടിയ ഒരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ മറ്റൊരു സംഭവം അതാണ്. പിന്നെയുള്ള ഒരു അനുഭവം പ്രാർത്ഥനയിൽ കിട്ടിയ മറ്റു ചില വിടുതൽ അനുഭവങ്ങളാണ്. അത് ഒരു കാര്യം വിശ്വാസികളുടെ സന്തോഷത്തിന് വേണ്ടി പറയാം. ഞാനും മൂത്ത മോളും, അവർക്കൊരു 2 വയസ്സ് കാണും. ആ സമയത്ത് മോളും വൈഫും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഇല്ല. ഒരു തോട്ടത്തിനുള്ളിലെ ഈ ചെറിയ വീട്, അവിടെ ഈ വിളക്ക് കത്തിക്കണം, എന്നുള്ള വൈദ്യുതീകരിച്ചല്ല, അതൊക്കെ അന്നെടുക്കാൻ നിർവാഹമുള്ളൂ. ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് ഭക്ഷണമില്ല. അപ്പോൾ ഭക്ഷണം ഇല്ലാതെ വന്നത് ഒരു പേടിയോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അപ്പോൾ ഈ കുട്ടിക്ക് മോൾക്കപ്പോഴേക്ക് നമ്മൾ ഈ അരി ഇരുന്നതിൻ്റെ പൊടിയരി ഇടഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വറുത്തിട്ട് പഞ്ചസാര ഇരിപ്പുണ്ട്, ഇതൊക്കെ കുറുക്കി 2-3 ട്രിപ്പ് കൊടുത്തപ്പോഴേക്കും മടുത്തു. എപ്പോഴും ഇതേയുള്ള ചോറ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതേ ചോറ് പോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് കൊള്ളൂല, അതിന് കളയാണ്, കുഞ്ഞല്ലേ. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. വൈഫിനൊരു ദുഃഖമൊക്കെ വന്നു. ഞാൻ ദുഃഖം പ്രകടമാക്കാതെ ഇത് ക്രിസ്ത്യൻ ലൈഫ് ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. അപ്പോഴൊരു കനത്ത മഴ, വലിയൊരു ഇത്. ഈ മഴ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം ഇവള് കരയുന്നതൊന്നും പുറത്തോട്ട് കേൾക്കില്ല. അടുത്തൊക്കെ നല്ല മനുഷ്യരാണ്, ഇവർക്കിതൊന്നും അറിയില്ല. ഞങ്ങളതിങ്ങനെ അറിയിക്കാതൊക്കെ ഉത്സാഹിച്ചൊക്കെ പോവാണ്. അപ്പോഴുണ്ട് രാത്രി ഒരു 9 മണിയാകും. ഈ 9 മണിയാകുമ്പം വീടിൻ്റെ മുകളിൽ നിന്നൊരു കുറേ മനുഷ്യർ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുന്നു. ഇതിങ്ങോട്ട് വരേണ്ട കാര്യമില്ല, അവർ മെഴുകുതിരി കത്തിച്ചിറങ്ങി വരികയാണ്. അങ്ങനെ ഇറങ്ങാൻ നടവഴിയാണ്. ഇവർ വന്ന് വീട്ടിൽ വന്ന് വിളിച്ചു.
അപ്പോൾ ഇറങ്ങി നമുക്ക് പരിചയമുള്ളവരാണ്. അപ്പോൾ ഇവരോട് ചോദിക്കുകയാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ ബൈബിൾ സംബന്ധിയായ സംശയങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കാൻ പദ്ധതിയിട്ട് ഈ ഫോണൊന്നുള്ള കാലമല്ല, ഇത് 2000 ആണ്ടിൻ്റെ ആരംഭമാണ്. കമ്മ്യൂണിക്കേഷൻ ഒരു വഴിയില്ല. അവർ കുറച്ചു നേരം എഴുന്നിട്ട് പറഞ്ഞു ഏതായാലും പാസ് വീട്ടിൽ കാണും, നമുക്കൊന്ന് പോയേക്കാന്ന് വരുന്നത്. അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മഴയായി, കനത്ത മഴ. ഈ മഴയത്ത് അവർ വന്ന് സ്റ്റാൻഡിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ അവരോർത്ത് വന്നാലൊരു കാര്യം ചെയ്യാം, നമ്മളതിൽ ഇന്നിനും വരവ് നടക്കുകയില്ല, നമുക്ക് എന്നാൽ കുറേ ഭക്ഷണ പദാർത്ഥമൊക്കെ വാങ്ങി നമുക്ക് അവർക്കൂടെ ഒരുമിച്ച് കഴിക്കാം, അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറഞ്ഞു. ഇവർ കുറേയേറെ സാധനങ്ങൾ അതിൽ പാകപ്പെടുത്തിയതൊക്കെ ഉണ്ട്, ഇതുമൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ഈ മോളിൽ ചോദിച്ച് കിടക്കുകയാണ്. അത് പിന്നെ അങ്ങ് ഉറങ്ങി. അപ്പോൾ ഇവരിത് കൊണ്ടുവന്ന് പതുക്കെ വീട് തുറന്ന് കയറിയപ്പോൾ ഇതിലെല്ലാം പാകപ്പെടുത്തിയ ഭക്ഷണം. അപ്പോൾ ഇത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. അപ്പം അങ്ങനെ അവർ രാത്രി മുഴുവൻ പിന്നിരുന്നു ഈ ബൈബിള് പഠിക്കുകയും ചർച്ച ചെയ്യുകയും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പോയ ഒരനുഭവം. ഇനി ദൈവം പ്രാർത്ഥന കേൾക്കുന്ന അക്ഷരീക സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട്. നേരിട്ട് ദൈവം ഇങ്ങനെ തന്നെ ഇടപെടുന്നു എന്നുള്ള ഒരു അനുഭവമുണ്ട്. കുറേയേറെ അനുഭവങ്ങളുണ്ട്. അതിലൊന്ന്, ഞാൻ അക്കാലത്ത് ടീം വർക്കുണ്ട്. ടീം വർക്കിൽ എടുത്തേക്കുന്ന ഒരു തീരുമാനം, നമ്മൾ തന്നെ നടത്തുന്ന പരിപാടിയിൽ നിന്ന് വണ്ടിക്കൂലി എടുക്കില്ല ഒരു കാരണവശാലും. നടന്നു പോയാലും ആരെങ്കിലും എന്നെ അറിഞ്ഞ് തന്നാൽ അത് വാങ്ങുക, നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ്. ഇന്നും ഞാൻ കേരളത്തിലെ ഒരു പാവപ്പെട്ട മേഖലയിൽ നിന്നും വണ്ടിക്കൂലി മേടിക്കില്ല. അതെടുത്തൊരു തീരുമാനമായി. എൻ്റെ ചെലവിൽ ഡീസൽ അടിച്ചു പോകും, പെട്രോൾ അടിച്ചു പോകും. അപ്പം അന്ന് അതിനൊരു ശേഷിയൊന്നുമില്ല. എന്നിട്ട് നടന്ന്, അല്ലെങ്കിൽ ബസ്സിനിറങ്ങി നടന്നു, ദീർഘദൂരം നടന്നു വീട്ടിൽ തിരിച്ചെത്തും. അപ്പം ഇത് അന്ന് അക്കാലത്ത് ഒരിക്കൽ നടന്നൊരു സംഭവമാണ്. ഞങ്ങൾ ഒരു സ്ഥലത്ത് കൺവെൻഷൻ നടത്തുകയാണ്, ടീം വർക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ കുറേ പേരുണ്ട്. അന്നുള്ള ഒരാളാണ് ഈ ദൂരവാനിൽ സൂര്യചന്ദ്ര ഗോളവും കടന്ന് ഞാൻ ആ പാട്ട് എഴുതിയൊരു പാസ്റ്റർ സാബു വൈലിങ്കലുണ്ട്. അയാൾ വലിയൊരു അനുഭവത്തിൽ നിന്ന് വന്നാണ്, എൻ്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഈ പാട്ട് പാടിയൊരു സാക്ഷ്യം പറയും, ഞാൻ പിന്നാലെ പ്രസംഗിക്കും. വീട് മുറ്റമെടുത്ത് അവിടേക്കൊരു 100 കസേര നിരത്തി ചെറിയ മീറ്റിങ്ങിലൂടെ തുടങ്ങും. അത് കൂടി ഒരാഴ്ചയൊക്കെ പോകും. അപ്പോൾ ഈ വീട്ടുകാർക്കും വലിയ സന്തോഷമാകും. ഒരു കളക്ഷൻ എടുത്താണ് അത്യാവശ്യം വരുന്നവർക്കൊക്കെ നമ്മൾ വണ്ടിക്കൂലി കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ വരെ കാര്യം ഭംഗിയായിട്ട് ഞാൻ തീർക്കും. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ഇവർക്ക് കൊടുക്കാൻ പൈസയൊക്കെ എല്ലാവരെയും കൊടുത്ത് തീർത്തെങ്കിൽ ഈ മൈക്കിൻ്റെ ആളിന് കൊടുക്കാൻ പൈസ കുറവാണ്, ഉദ്ദേശിച്ചത്രയില്ല. അയാൾ നല്ല മനുഷ്യനാണ്, കടമൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ യോഗം കഴിഞ്ഞ് പിറ്റേന്ന് പകല് ഈ വീട്ടിലെ അച്ഛൻ പറഞ്ഞു, പാസ്റ്റർ ഇത്രയും നമ്മളൊരു യോഗം നടത്തിയെങ്കിലും നിങ്ങൾക്കൊരു നല്ല ഭക്ഷണം തരാൻ പറ്റില്ല. ഞാൻ ഇന്നൊരല്പം ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, ഉച്ചയ്ക്ക് ഊണും കഴിഞ്ഞേ പോകാം. എനിക്ക് ഈ മാംസാഹാരം വലിയ താല്പര്യമല്ല, വെജിറ്റേറിയനാണ് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ പങ്കെടുക്കുന്നുള്ളൂ, അതുകൊണ്ട് എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്. കുഴപ്പമില്ല, എവിടെ വെജിറ്റേറിയൻ ഫുഡ് മതി. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇത് വാങ്ങണ്ട, നല്ല വെജിറ്റേറിയൻ ഭക്ഷണം കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യല്ലേ, അത്ര ഒരു കടയിൽ കയറി കഴിക്കുമോ, ഇവിടെ അത് ഉണ്ടാക്കുമോ ഒക്കെ ചെയ്തോ, കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെരുന്തേനരുവി എന്നൊരു സ്ഥലമുണ്ട് തൊട്ടടുത്ത. അപ്പോൾ ആൾക്കാർ പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് പോകാം, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവിടെ ഫുഡ് ആകുമ്പോഴേക്ക് പോകാൻ വേണ്ടി നടന്നു 2-2.5 കിലോമീറ്റർ ദൂരം നടന്നു. ഞങ്ങൾ ഇവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ 8-10 പേരുണ്ട്. ഇതിൻ്റെ കരയിൽ ഇരുന്ന് കുറച്ച് നേരം പാട്ട് പാടി പ്രാർത്ഥിക്കാനും അവിടെ നിന്ന് ആരുമില്ല. ഞങ്ങളുടെ പാട്ടുമൊക്കെ കേട്ട് ഒരു മനുഷ്യൻ അദ്ദേഹം കേട്ട് എന്നുവെച്ച് പറഞ്ഞു വീട്ടിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുമെന്ന്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ വാറ്റുപകരണങ്ങളെല്ലാം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു സ്വസ്ഥതയില്ല, ഇതെല്ലാം കളയാൻ ഞാൻ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത് കളയാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പിരിയാൻ നേരം അദ്ദേഹം എൻ്റെ കയ്യിലേക്ക് കുറേ പണം തന്നു. ഈ പണം വാസ്തവത്തിൽ വാങ്ങാൻ പാടില്ല, കാരണം ഒന്നത് ഇയാൾ വിശ്വാസിയല്ല. ഞാൻ അവിശ്വാസികളുടെ കയ്യിൽ ഇങ്ങനെയുള്ള പണം വാങ്ങരുതല്ലോ. ഒത്തിരി നിർബന്ധിച്ച് എൻ്റെ സന്തോഷത്തിനാണ്, അല്ലെങ്കിൽ അതുകൊണ്ടത് വാങ്ങി. കൊണ്ടുവരുമ്പോൾ ഈ മൈക്കാരന് കൊടുക്കാനുള്ള കറക്റ്റ് പണമുണ്ട്, അദ്ദേഹത്തിന് കൊടുക്കാൻ പറഞ്ഞു വെച്ച കറക്റ്റ് പൈസ അദ്ദേഹം തരികയാണ്. പോലുള്ളൊരു അനുഭവമാണ്. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരിക, എൻ്റെ കൂടെ ഈ സുഹൃത്തുണ്ട്. വരും വഴിക്ക് ഒരു വീട്ടിൽ ഒരു മോളും അവളുടെ അമ്മയുണ്ട്. അപ്പോൾ ഇവർ മെൻ്റലി വല്ലാത്തൊരു അവസ്ഥയിലാണ്, ഈ കുട്ടിയെ ഉപദ്രവിച്ചപ്പിച്ചു. അപ്പോൾ ഇവർ പറയും അതേ 2 പേര് വരുന്നു, അവരെ വിളിച്ച് പ്രാർത്ഥിച്ച് എനിക്കൊരു ശമനം കിട്ടും. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള് ഒരമ്മ. ഞങ്ങളിവിടെ കയറി പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്കൊരു ശമനം കിട്ടി. ഞാൻ പറഞ്ഞു ഇന്നടുത്ത് ഞങ്ങളുടെ യോഗം നടക്കുന്നുണ്ട്, നാളെ വരണം നിങ്ങൾ 3 പേരുണ്ട്. അപ്പോഴേ ഹസ്ബൻഡും വന്നു. അപ്പം ഇവരവിടെ വന്നൊരു സൗഖ്യം, അവരത് കിട്ടി തിരിച്ചു പോകുന്ന 2 പേരുടെ അനുഭവം.
മറ്റൊരനുഭവം ഈ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ കഴിയും. അപ്പൊ ഇവർക്ക് ഈ പ്രാർത്ഥനയിൽ അത്ര താല്പര്യമില്ല. എങ്കിലും പ്രാർത്ഥിക്കാൻ പറയാണ്. ഇവർ അസ്വസ്ഥപ്പെടുക. കാരണം ഇവരെ ചെവിയില് ഒരാണി ഇട്ട് എങ്ങാണ്ട് കുത്തിയതാണ് ഈ വാശി കളയാൻ വേണ്ടി. അപ്പൊ ഇത് പഴുത്തു, പ്രശ്നത്തെ നിൽക്കുകയാണ്, ആയുർവേദമൊക്കെ കഴിച്ചു നിൽക്കുകയാണ്. ഞങ്ങളിതറിയാതെ പ്രാർത്ഥിച്ച് ഇതൊന്നും അറിയുന്നില്ല. പ്രാർത്ഥിച്ചിറങ്ങുമ്പോഴേക്ക് ഇവരുടെ ചെവിയിൽ നിന്ന് പഴുപ്പ് അടർന്നു കൊണ്ടിട്ട് വലിയ സൗഖ്യം കിട്ടുക, ഭയങ്കര സുഖം. അവര് വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നു. വേറൊരു കാര്യമുള്ളത്, ഈ രോഗശാന്തിക്ക് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കുന്ന ഒരാളല്ല. ഇന്നും അത് ചെയ്യാറില്ല. എൻ്റെ കാരണം സാക്ഷാലുള്ള രോഗം പാവമാണ്, അതിന് പ്രാധാന്യം കൊടുക്കാതെ ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രസംഗ ശൈലിയോട് യോജിപ്പില്ല. എങ്കിലും സൗഖ്യത്തിൻ്റെ ധാരാളം അനുഭവങ്ങൾ എൻ്റെ ചെറിയ ജീവിതത്തിലുണ്ട്. ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് സ്വകാര്യ ജീവിതത്തിലുണ്ട്, അല്ലാതെ ഉണ്ട്. അത് കൂടുതൽ വരുന്നത് നമ്മൾ ഈ ഒറ്റപ്പെടലും ഒക്കെ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ സ്പിരിച്വലി കൂടുതൽ നന്നാവുന്നത്. പണ്ടൊക്കെ അതിൽ വേദനയായിരുന്നു, ഇപ്പൊ അത് എൻജോയ് ചെയ്യാറുണ്ട്. ഇതാ നീണ്ടുപോയെന്ന് തോന്നുന്നല്ലേ ഉത്തരം? ഇല്ല സാറേ, ഒത്തിരി കാര്യങ്ങൾ കേൾക്കുന്നത് അതൊരു അനുഭവമാണ്, ഞങ്ങൾക്കും അത് സന്തോഷമാണ്. ഞാൻ ഇടയ്ക്ക് ചോദിക്കാനിരുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം സാറ് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ വന്നു. അതായത് ഭയമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാനിരുന്നൊരു ചോദ്യമാണ്. കാരണം എതിർത്തിട്ടുള്ളവർ സ്വസമുദായക്കാർക്ക് അവർക്കെതിരെ വാക്കുകളുടെ ശരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ മോഡേൺ ഒരു ഭാഷാ വാക്കുകളുണ്ടല്ലോ, സംഘി, പിന്നെ ജിഹാദി, ഇവർക്കെല്ലാം എതിരാണ്. അല്ലാതെ പ്രത്യേകിച്ച് ആരോടും മമതയില്ലാത്ത ഒരു 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 രീതി ആയതുകൊണ്ട് എല്ലാവരും ശത്രുക്കളാണ്. അപ്പോൾ ഞാൻ ചോദിക്കാനിരുന്ന ചോദ്യമാണ്, ഭയമില്ലയോ എന്ന് ചോദിക്കാനിരുന്നൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ഏകദേശം വന്നു. എങ്കിലും അതിനോട് ചേർത്ത് ചോദിക്കുകയാണ്, ഇങ്ങനെയുള്ള എതിരുകൾ ഉണ്ടാകുമ്പോൾ വാക്കിൽ മാത്രമാണോ അതോ കായികമായിട്ട് ആളുകൾ എതിർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്നെ പെടുത്താൻ നോക്കിയിട്ട് ഉള്ള സന്ദർഭങ്ങളുണ്ട്. ഇതില് നമ്മളെ ഒരു പ്രതിസന്ധിക്കകത്ത് വലിച്ചെടുക്കാനൊക്കെ നോക്കിയിട്ടുള്ള സന്ദർഭമുണ്ട്. പക്ഷെ അവിടെ ഒന്നും പെട്ടുപോകാൻ അവസരം ഉണ്ടായിട്ടില്ല. ഇവരുടെ വിചാരം നമ്മളെപ്പറ്റി അറിയില്ല. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഗ്രാം ഉണ്ട്, ഞങ്ങൾക്ക് ഇത്ര കോൾ ഷീറ്റ്, ഇവിടെ ഒന്ന് വരുമോ? ഈ ടോണ് കേൾക്കുമ്പോൾ അറിയാം നമ്മുടെ ആൾക്കാരല്ല. മനസ്സിലായി? പൈസ എന്ന് കേട്ടാൽ നമ്മൾ ചാടി വീഴുമെന്നൊക്കെ ഉള്ളത് ചിന്ത. അപ്പം ഞാൻ പറയും, കോൾ ഷീറ്റ് വാങ്ങി പോകുന്ന ഒരാളല്ല ഞാൻ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കഴിയുന്നവരെ സഹായിക്കാം. അപ്പം ഈ പതുക്കെ ഇത് പറഞ്ഞു വരുമ്പോഴേക്കും ഞാൻ അന്നേരം, നിങ്ങൾ ക്രിസ്ത്യൻസ് അല്ലല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല, നിങ്ങളുടെ വേർഷൻ കേൾക്കുമ്പോഴേ അറിയാം. പിന്നെ നിങ്ങൾക്ക് മറ്റു വല്ല കാര്യമുണ്ടെങ്കിൽ വീട്ടിൽ വാ, ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം, നിങ്ങൾ ആള് മാറി വെട്ടണ്ട, വീട്ടിലോട്ട് പോയി ഞാനിവിടെ ഉണ്ടെന്ന് പറയും. ഈ വിധത്തിൽ ഇവരെ ക്ഷണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിലർ വന്ന് നല്ല രീതിയിൽ പോയിട്ടുണ്ട്, ഉടക്കാൻ വന്നിട്ട് നല്ല ടീംസിൽ പോയ മനുഷ്യരുണ്ട്. എന്നാലൊരു പ്രകടമായിട്ട് ഇപ്പൊ തല്ലു ആക്രമിക്കുകയൊന്നുമില്ല. നമ്മുടെ അടുത്ത് ഈ പ്രകടനം പോലൊക്കെ നടത്തിയവരുമുണ്ട് നമ്മുടെ മുമ്പിൽ. ഞാൻ മൈൻഡ് ചെയ്യാറില്ല, നോക്കാറേ ഇല്ല. അപ്പൊ ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവത്തിന്റെ പദ്ധതി ഇപ്പൊ എന്നെ ദൈവം ഇവിടെ മുമ്പ് തീർക്കുകയാണെങ്കിൽ ആകട്ടെ, എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ അങ്ങ് സമർപ്പിതനായിട്ട് അവിടെ കഴിയും. പിന്നെ പോലീസിൽ നിന്ന് ഒത്തിരി ശല്യം വന്നിട്ടുണ്ട്. അവരെ നല്ല സ്വയമായിട്ട് അവരോട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ സഹോദരന്മാർക്ക് വലിയ ധൈര്യമായി. അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ എസ്ഐയും വണ്ടിയൊക്കെ 2 വണ്ടി വന്നിട്ട് ഇറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രവും കേരള ചരിത്രവും നിങ്ങൾ പറയണ്ട, നിങ്ങൾക്ക് ബൈബിളുണ്ടല്ലോ ഇഷ്ടം പോലെ കാര്യം, ക്രിസ്തു സ്നേഹിക്കുന്നു, സമാധാനമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എതിരാണ്. ഞാൻ ഇനി നിങ്ങൾ പറയുന്നത് പിടിക്കാൻ പോവാണ്. ഇപ്പൊ പറഞ്ഞത് സാറിന് ഇവിടെ ഈ ഇതിന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ പറയാൻ ധൈര്യം പറയാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ തുറന്നു വെച്ചു, എൻ ഗോപാലകൃഷ്ണനോടോ മദനിയോടോ നിങ്ങൾ ഇങ്ങനെ പറയുമെന്ന് ചോദിച്ചു. ശശികല ടീച്ചർക്ക് പറയില്ലല്ലോ, ഞങ്ങൾ ദുർബലരാണെന്നാണ് കരുതുന്നത്. അങ്ങനെയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ആ ടോണിൽ തന്നെ പറഞ്ഞു, അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെ ഭയപ്പെടുത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞു. നമ്മുടെ കുട്ടികൾക്കും കൂട്ടുകാർക്കും ധൈര്യമായി, അവരും കുറെ ഫേമായി. അവരൊക്കെ നല്ല രീതിയിൽ ഷ്രൂഡായിട്ട് തിരിച്ച് പ്രതികരിച്ചപ്പോൾ സാർമാർക്ക് മിണ്ടാട്ടില്ല. അപ്പോൾ ഇതേപോലെ കുറേ അനുഭവങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾക്ക് ആ ധൈര്യം പകരാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ പ്രസംഗിച്ച് പറഞ്ഞു, ഇനിയുള്ളൊരു കാലം നമ്മൾ ക്രിസ്തുവിന് വേണ്ടിയും മരിക്കാൻ തയ്യാറുള്ള ഒരു ജനതയെ വാർത്തെടുക്കുക. നമുക്ക് മരിക്കേണ്ടി വന്നാലും ഞാൻ വിശ്വസിക്കുന്ന സത്യത്തിന് വേണ്ടി ആത്മാഭിമാനത്തോടെ നിൽക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയെ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴത്തെ ഒരു നിയോഗം എന്ന് തോന്നിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞങ്ങളൊക്കെ ഇന്ന് ഈ പ്രത്യേകിച്ചും കുറച്ചുകൂടെ നോർത്തിലോട്ടൊക്കെ പോയ വലിയ പ്രതിസന്ധികൾ ദേവദാസന്മാർ നേരിടുക. ഞാൻ ബോംബെയിലാണ്. പക്ഷേ യാഥാർത്ഥ്യം പറഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞങ്ങളുടെ ചുറ്റും ഉള്ള ചർച്ചകളൊക്കെ ആക്രമിക്കപ്പെടുന്നു.
ദേവദാസന്മാർ വളരെ വലിയ ഭയത്തിലാണ്. ഇപ്പം എൻ്റെ ഒരു സിറ്റുവേഷൻ തന്നെ പറഞ്ഞാൽ, അടുത്ത സൺഡേയിലെ ആരാധനയെക്കുറിച്ച് ഇപ്പോഴേ എനിക്ക് ടെൻഷനാണ്. കാരണം ഇപ്പം ചർച്ചുകളിൽ കയറി ആക്രമിക്കുന്ന ഒരു 4-5 സംഭവങ്ങൾ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എൻ്റെ ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിലുണ്ടായിരിക്കുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭയത്തെ ജയിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ഭയമില്ലാതെ എങ്ങനെ നമുക്ക് പോകാൻ പറ്റും? അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും ആ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അല്പം കൂടെ ഒരു കാര്യമുള്ളത്, നമുക്ക് തോന്നാണ് ഈ ഇങ്ങനെ ഇവർ ആക്രമിക്കുമ്പോൾ നമ്മൾ വീക്കാകുമെന്ന് തോന്നാണ്. അനുഭവിച്ചാൽ മനസ്സിലാകും നമ്മൾ ശക്തിപ്പെടുകയാണ്. കാരണം ഇഞ്ചക്ഷന്റെ വേദന ഉള്ളൂ നമ്മുടെ സ്തെഫാനോസിനെ കല്ലെറിയുമ്പോൾ. ഇഞ്ചക്ഷൻ എടുക്കാനൊരു വേദന ഉണ്ടല്ലോ, നമ്മൾ സഫർ ചെയ്യുന്നില്ല. കല്ലെറിയുന്നതിന്റെ വേദനയുണ്ട്. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പം മുഖം സൂര്യനെ പോലെ, ദൈവദൂതനെ പോലെ പ്രകാശിക്കണമെങ്കിൽ അദ്ദേഹം അനുഭവിച്ച ആത്മസംതൃപ്തി എത്ര വലുതാണ് അല്ലേ? അദ്ദേഹം അങ്ങനെ അനുഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആക്രമിക്കട്ടെ, കാള് പോട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ ആ കാള് പോയിടത്ത് കാലമേറെ കഴിയുമ്പോൾ എന്താകും ദൈവത്തിന്റെ പദ്ധതി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവത്തിന്റെ പ്ലാൻ എന്താണ്? കെട്ടിടം ഇവർക്ക് നശിപ്പിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് UK ചെല്ലുമ്പോൾ ഒത്തിരി ഹാള് പൂട്ടിക്കിടക്കാറുണ്ട്. ഹാള് പൂട്ടട്ടെ. മുള്ളറുടെ അനാഥാലയം പൂട്ടിയ ഒരാൾ ദേവനോട് എന്നോട് പറഞ്ഞു, അവിടെ പിള്ളേരില്ല. ഞാൻ പറഞ്ഞത് പൂട്ടേണ്ടതാണ്, എല്ലാ അനാഥാലയവും ഇല്ലാതാകണം. കാരണം അനാഥരില്ലെന്ന് അതിൻ്റെ അർത്ഥം എന്ന് തോന്നുന്നു. അനാഥരവിടെ ഇല്ല, അത് സന്തോഷമാണ്. എല്ലാ ഓർഫനേജുകളും പൂട്ടേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അനാഥരില്ലാത്തൊരു ലോകമാകണം. ആ രാജ്യം അതുപോലെ ഡെവലപ്പായി എന്ന് പറഞ്ഞ പോലെ മുംബൈയിൽ, നോർത്ത് ഇന്ത്യയുടെ പലയിടങ്ങളിൽ നമ്മുടെ ആളുകൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം പെട്ടെന്ന് റിസൾട്ട് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നലെ കനത്ത ചൂടിൽ കടൽ ബാഷ്പീകരിച്ച് മുകളിൽ പോയി നീരാവിയായിട്ട് മേഘമായി കിടക്കുകയാണ്. കിടന്നിട്ട് ഒരു സമയം വരുമ്പോൾ ഇനി പെയ്യും എന്ന് പറഞ്ഞ പോലെ എൻ്റെയും സാറിൻ്റെയും പ്രാർത്ഥനകൾ, കണ്ണീര്, പട്ടിണി ഇതെല്ലാം മൂടിക്കിടപ്പുണ്ട്. അതിങ്ങനെ മൂടിക്കിടക്കുക. മേഘമെല്ലാം എൻ്റെ അനുഗ്രഹമാണ്. എല്ലാ മേഘങ്ങളും മഴയാണ്. അത് ഇപ്പോഴല്ലെന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ വർക്കൊന്നും പരാജയമല്ല. ഇന്ത്യയിലെ ഒരു പ്രവർത്തനവും പരാജയമല്ല. പക്ഷെ അതിലൊരു കാര്യമുള്ളത്, ഞാൻ PG അംഗങ്ങളുമായിട്ട് സംസാരിച്ചപ്പോഴും ക്ഷമിക്കണം, നമുക്കൊരു വില്യം ഗേരി ഉണ്ടാവാത്തത്, നമുക്കൊരു സ്റ്റെയിൻസ് ഉണ്ടാവാത്തത്, നമുക്കൊരു ജോർജ് മുള്ളർ ഉണ്ടാവാത്ത പരാജയം നമുക്ക് KP ഓനാണ് ഉണ്ടായത്. ക്ഷമിക്കണം. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവണം. അപ്പൊ അത് അവരുടെ കുറ്റമല്ല ഈ പറഞ്ഞു തരുന്നത്, നമ്മുടെ തന്നെ കുറ്റമാണ്. അത് നമുക്കെന്തുകൊണ്ടാകാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാൻ തുറന്നു പറഞ്ഞാൽ PG അംഗങ്ങളുടെ അടുത്തും പറഞ്ഞു, പലരോടും പറഞ്ഞു, ഞാൻ ഏതാണ്ട് കേരളം മടുത്തു. എനിക്ക് ചെയ്യാവുന്ന കാര്യമൊക്കെ ചെയ്തു കഴിഞ്ഞു. എനിക്ക് ഇവിടെ സ്പേസ് ഇല്ല. മീറ്റിംഗ് ഇല്ലെന്നല്ല, ഇഷ്ടം പോലെ മീറ്റിംഗ് ആണ്. സ്പേസ് ഇല്ല. ഞാൻ പ്രത്യേകിച്ച് എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. ദൈവം അയച്ചിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകണം, വേറെങ്കിലും ഭാഗത്ത് പോയിട്ട് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യണം. അങ്ങനെ ഒരു മനസ്സ് കുറേ നാളായിട്ടുണ്ട്. ആ ഒരു ഉൾവിളി അത് മനസ്സിൽ കിടപ്പുണ്ട്. അതൊന്ന് പ്രാക്ടിക്കലാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുറേ പേരൊന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ ഈ സംഗതിയൊക്കെ അങ്ങ് നടക്കും, സ്ഥിതിയൊക്കെ അങ്ങ് മാറും. അതിനധികം ആൾബലം ഒന്നും വേണ്ട. ആൾബലം കൊണ്ടൊന്നും അല്ലെങ്കിൽ വളർന്നത്. നമ്മുടെ DL മൂഡി ഒരേ സമയത്ത് ഇംഗ്ലണ്ടിനെയും കടൽ കടന്ന് അമേരിക്കയും കൈകളിലിട്ട് അമ്മാനമാടുകയായിരുന്നു. ഇവിടെ കഴിയുമ്പോൾ അക്കരെ കഴിയുമ്പോൾ ഇവിടെ, അവിടെ ഇവിടെ ഇട്ട്. അതിന് കൂടെ സഹചാരിയായിട്ട് സാങ്കിയുണ്ട്. സാങ്കി പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആള് പറയും, മൂടി പ്രസംഗിക്കാതിരുന്നെങ്കിൽ, ഈ പാട്ട് നിർത്താതിരുന്നെങ്കിൽ എന്ന് പറയാം. ഇത് കഴിഞ്ഞ് മൂടി പ്രസംഗിക്കുക പറയും, സാങ്കി പാടാതിരുന്നെങ്കിൽ അത്ര നേരം കൂടെ വചനം കേൾക്കാമായിരുന്നു. ഇങ്ങനെ ഈഗോ ഇല്ലാതെ പോയ 2 പേര്. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് ഇനി റിവൈവൽ ഉണ്ടാവുന്നത്. റിവൈവൽ എന്ന് പറയുന്നതിനെ പറ്റിയുള്ള നമ്മുടെ ധാരണ വലിയ തെറ്റിപ്പോയി. നമ്മൾ ഈ റിവൈവൽ ഉണ്ടാക്കലാണ്, ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന രൂപേണ ശബ്ദമാണ് നമ്മൾ ഉണർവെന്ന് ധരിച്ചത്. അത് കൺവെഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ് ഉണർവ്, കൺവെഷൻ. അപ്പൊ ആ കൺവെഷനിൽ പാപബോധം വന്നു, ഏറ്റുപറച്ചിലും കരച്ചിലും കണ്ണീരും ഒക്കെ ആയിട്ടുണ്ടാകുന്ന ഒരവസ്ഥാവിശേഷമാണ് അത്. നമുക്ക് ഇന്നത്തെ RSകാരായ സഹോദരന്മാരുണ്ട്, ഇതൊക്കെ അവർക്കും ബോധ്യം അല്പം കഴിഞ്ഞ് വഴിയെടുത്തതും ആക്രമിച്ചതും തല്ലിത്തകർത്തതും ഒക്കെ കഷ്ടമായി എന്ന് അവരെ അന്തരാത്മാവിൽ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഘട്ടമുണ്ട്. അവരോടൊന്നും ശത്രുത നമുക്കില്ല എന്നുള്ളത് സത്യം അങ്ങേക്കും അറിയാവുന്ന. അപ്പോൾ ഇവർക്കൊക്കെ എന്താ നാളെ തോന്നുന്നത്? ഞാൻ ഈ തല്ലിയത്, ഞാൻ ഒരുമ്പെട്ടത്, ഈ ഹാളടിച്ച് തകർത്തതൊക്കെ എനിക്ക് വേദനയായി മാറും എന്ന് അവന് തോന്നുന്ന ഒരു സ്ഥിതി. ഈ സ്ഥിതിയിലേക്ക് നമുക്ക് ജനങ്ങളെ ആക്കുന്നതാണ് ഉണർവ്. അല്ലെ ഹാളിന്റെ ചുറ്റും 50 പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇവൻ എന്തോ ഭീകരനാണ് എന്നല്ല, അവനെ പാവബോധം വരുത്തണം. അങ്ങനെ ഒന്ന് പ്രസംഗിച്ചോണം. പ്രസംഗവും നിർത്തരുത്. കുറ്റബോധം കണ്ണടച്ച് പ്രസംഗിച്ചോണം. ഇവൻ വെട്ടിയാ വെട്ടട്ടെ എന്നോർത്ത് പ്രസംഗിച്ചോണം. അപ്പൊ അവിടെ എൻ്റെ ഭാര്യ എന്നെ ശ്രദ്ധിക്കുന്നു, ഞാൻ എൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നു, കുഞ്ഞ് വേറൊരുത്തനെ ശ്രദ്ധിക്കുന്നു.
ഇങ്ങനെയുള്ള ഈ സംരക്ഷണമൊന്നും അല്ല വലുത്. ഏറ്റു വരികയാണെങ്കിൽ വിട്ടു വരട്ടെ, ജനങ്ങളെ അതിനെ ബോധ്യപ്പെടുത്തണമെന്ന്, അതിനുവേണ്ടി അവരെ സജ്ജീകരിക്കണം. അതിനല്ലേ നമ്മുടെ ഭഗത് സിംഗ് ഒക്കെ എന്താ ചെയ്ത്, ബ്രിട്ടീഷുകാർ ഉപദ്രവിക്കുമെന്നറിയാം, അവിടെ കിടന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുക. ഒരു ലോക പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി അത്രയും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ രാജ്യം നിലനിൽക്കുമെന്ന ബോധ്യമുള്ള നമ്മൾ, സഭാചരിത്രം പഠിച്ച നമ്മൾ, എത്ര ആനന്ദകരമാണ് സഭാചരിത്രത്തിന്റെ നാൾ വഴികളിൽ നമ്മുടെ പൂർവികർ അനുഭവിച്ച കൊടിയ യാതനകളുണ്ട്, കടുത്ത പീഡയുണ്ട്. ആ പീഡയുടെ വഴികളിലൂടെ സഞ്ചരിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കണം. ഇതിനൊരു കാര്യം, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ അവർ അവനെ അനുഗമിച്ചു എന്ന് വെളിപ്പാട് പറയാം. കുഞ്ഞാടെന്ന് കേൾക്കുമ്പോഴേ ക്രൂശീകരണമാണ് വരുന്നത്, അല്ല പൂജാതനായ ക്രിസ്തുവോ അത്ഭുതം പ്രവർത്തിച്ച ക്രിസ്തുവല്ല, അത് സഫറിംഗ് ആണ്. അപ്പൊ സഫറിങ്ങിന്റെ ഒരു വഴി നമുക്ക് വെച്ചിട്ടുണ്ട്. അത് ഗ്രേറ്റ് ട്രിബുലേഷൻ ഒന്നുമല്ല. കുഞ്ഞാട് പോയ വഴി എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ വഴിയാണ്. ആ ക്രൂശിന്റെ വഴി കൂടി പോകുമ്പോൾ കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യം കിട്ടിയ ആളാണ് മറിയം, ആ ധൈര്യം കിട്ടിയ ആളാണ് മഗ്ദലീന, ആ ധൈര്യം കിട്ടിയ ആളാണ് യോഹന്നാൻ. അതുകൊണ്ട് കുറേ മണിക്കൂറുകൾക്കപ്പുറത്ത് മാർക്കോസിന്റെ വീട്ടിലെന്ന് പറയപ്പെടുന്ന അടുത്ത് നടന്ന വിരുന്നിനേക്കാൾ ശ്രേഷ്ഠമാണ് ക്രൂശിന്റെ ചുവട്ടിലെ സഹാനുഭൂതിയുടെ ഒരു വലിയ സമ്മേളനം. അപ്പൊ അത് കിട്ടാത്തതാണ് നമ്മുടെ എല്ലാം പ്രശ്നം. അപ്പൊ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കണം ജനങ്ങളെ, അതിനാണ് ഇനിയുള്ളൊരു കാലം പ്രേരിപ്പിക്കേണ്ടത്. സാറേ, ഈ റിവൈവലിനെ കുറിച്ചൊക്കെ ഒരു ചെറിയ വാക്ക് പറഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സിൽ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു ചോദ്യം സാറിനോടുകൂടെ ചോദിക്കുകയാണ്. ഈ അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ഈ ചോദ്യങ്ങളൊന്നും ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതല്ല. അനിൽ കൊടിത്തോട്ടം സാറിനെ സംബന്ധിച്ചിടത്തോളം ഏത് ചോദ്യങ്ങൾക്കും മറുപടി റെഡിയുണ്ട്. അതുകൊണ്ട് ആ ധൈര്യത്തിൽ അങ്ങ് ചോദിക്കുകയാണ്. നമ്മൾ ഈ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതല്ല, സ്പോണ്ടേനിയസ് ആണ്. അപ്പം എൻ്റെ ഒരു ചോദ്യം, അന്ത്യകാലത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ 3 തരത്തിലാണ് ആളുകൾ പറയുന്നത്. ചിലരൊരു അന്ത്യകാല ഉണർവ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ചിലർ ഈ അന്ത്യകാലത്ത് ഒരു ലൂക്ക് വാംനെസ്, നമ്മൾ ഈ പറഞ്ഞ ശീത ഉഷ്ണവാനായ ഇത് രണ്ടുമല്ലാത്തൊരവസ്ഥ പറയുന്നു. അന്ത്യകാലത്ത് വിശ്വാസം കണ്ടെത്തുമോ, ഇത് രണ്ടാമത്തെ ഒരു ചിന്താഗതിയാണ്. മൂന്നാമത്തെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്ത് ശക്തമായ പ്രോസിക്യൂഷൻ. അപ്പോൾ ശരിക്കും സഭ ഈ 3-ൽ എന്താണ് നേരിടാൻ പോകുന്നത്? ഈ ഒരു ചോദ്യം, ഉണർവുണ്ടാകുമോ, പ്രോസിക്യൂഷൻ ഉണ്ടാകുമോ, ലൂക്ക് വാംനെസ് ഉണ്ടാകുമോ? കാരണം മൂന്ന് തലങ്ങളാണ്, 3 ഡയമെൻഷൻസ് ആണ്. ഇതില് ശീതോഷ്ണാവസ്ഥ എന്നത് തെറ്റാണ്. അതിന്റെ കാരണം പറയാം. നമ്മുടെ പ്രസംഗങ്ങളിലെല്ലാം സംഭവിച്ചു പോകുന്ന ഒരു അപചയം, നമുക്കെന്തോ ഗുരുതരമായൊരു കുഴപ്പം പിണഞ്ഞിരിക്കുന്നു, നമുക്കെന്തോ പ്രശ്നമുണ്ട്, നമ്മളെന്തോ കുറഞ്ഞൊരു സമൂഹമാണ്, നമ്മളെന്തോ ശരിയല്ലാത്തൊരു കമ്മ്യൂണിറ്റിയാണ്. ഈ നെഗറ്റീവായ ചിന്ത പറയുക വഴി നമ്മൾ നമ്മുടെ തെറ്റുകളെ ജസ്റ്റിഫൈ ചെയ്യും. നമ്മൾ പെർഫെക്റ്റ് ആയൊരു കമ്മ്യൂണിറ്റിയാണ് എന്ന ബോധം വന്നാൽ എനിക്ക് വിശുദ്ധിയിലും മറ്റു കാര്യങ്ങളിലും നിങ്ങളെപ്പോലെ ആകാൻ തോന്നും. ഇതിപ്പോൾ ഞാൻ നിങ്ങളെപ്പോലെ, നിങ്ങൾ ശീതോഷ്ണവാനാണ്, പിന്നെ എനിക്കെന്താണ്? ആനക്കുറത്തോളം ശീതോഷ്ണവാനാണ്, പിന്നെ നിങ്ങൾക്ക് എന്താണ്? അപ്പൊ നെഗറ്റീവായ ചിന്തകൾ നെഗറ്റീവ് പകരത്തുള്ളൂ. 2, ഈ ലവോദിക്ക പീരീഡിൽ കൂടെ നമ്മൾ പോകുന്നു എന്നൊരു വാദക്കാരാണ്. നമ്മൾ ലവോദിക്ക പീരീഡിലൊന്നും അല്ല. ഇതാരണ്ട് അന്നുണ്ടാക്കിയ കുറേ സാധനം, കുറേ നാള് ഫിലദൽഫിയ, കുറേ നാള് ലവോദിക്ക, കുറേ നാള്, അത് യുഗപഠനം തന്നെ കാലഘട്ടപ്പെട്ട സാധനമാണ്. സാറേ, എൻ്റെ ഒരു തോന്നൽ പറഞ്ഞോട്ടെ, എനിക്ക് തോന്നുന്നു ഈ വില്യം ബർണാമിൻ്റെ ഒരു പഠിപ്പിലുണ്ടായിരുന്നു, 7ാം സഭയുടെ ദൂതനാണ് അദ്ദേഹം, ഇത് ലവോദിക്ക പീരീഡ് ആണെന്ന് അദ്ദേഹമാണ് കൂടുതൽ എംഫസൈസ് ചെയ്ത് പഠിപ്പിച്ചത്. ഈ 7 സഭാ പീരീഡായിട്ട് ചരിത്രത്തെ വേർതിരിച്ചതൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു ബേസിൽ നിന്നാണെന്ന് തോന്നുന്നു, അല്ലേ? ഡാർബിയുടെ ഡാർബിയുടെ സ്റ്റഡി, പിന്നെ ഈ ബ്രൺഹാം, ഡാർബിയേക്കാൾ ജനങ്ങളെ സ്വാധീനിച്ചത് ബ്രൺഹാമാണ്, അപാര പ്രസംഗശേഷിയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ പഠനങ്ങൾ, അപ്പൊ ഇതിനകത്ത് കാണേണ്ടത്, ഓരോ ചർച്ചിനും ദൂത് കൊടുത്തിട്ട്, എഫെസോ സഭയ്ക്കുള്ള ദൂത് എന്ന് പറഞ്ഞിട്ട് തീരുമ്പോൾ പറയാം, ആത്മാവ് സഭകളോട് പറയുന്നത്, ബഹുവചനമാണ്. എല്ലാ ദൂതും കഴിയുമ്പോൾ പറയും സഭകളോട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അപ്പോസ്തലരല്ലാതിരിക്കുക അപ്പോസ്തലന്മാരെന്ന് രീതി വ്യാജേന കിടന്നവരെ കള്ളനെന്ന് കണ്ട എഫെസോ സഭ, നിക്കോലേവിന്റെ നടപ്പ് പകച്ച എഫെസോ സഭ, ഇനി ധനവാനായിരിക്കുന്നു കരുതുന്ന സഭ, അതുപോലെ ഇസബേലിനെ അനുവദിച്ച സഭ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ സഭ, ഇങ്ങനെ 7 സഭയിലെ പ്രശ്നം അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഇതിപ്പോ നമ്മളെല്ലാം ഈ ശീതോഷ്ണവാന്മാരാണെന്ന് പറഞ്ഞാൽ ഗ്ലാഡി സ്റ്റെയിൻസ് എന്ത് ചെയ്യും? ആ ഭർത്താവും 2 മക്കളും മരിച്ചിട്ട് ഇന്നും തീവ്രതയോടെ നിൽക്കുകയാണ്. ഞാൻ ഇതുപോലൊരു സൂമിൽ എനിക്ക് അവരോടൊപ്പം സംസാരിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അപ്പം ഞാൻ ശക്തിപ്പെടുത്തി തന്നെ സംസാരിച്ചു. അപ്പം ആ സ്ത്രീയെ നമ്മൾ ഈ കൂടെ പെടുത്തണം. അല്ലെങ്കിൽ ഈ 1600-ലധികം ആളുകൾ, നമ്മുടെ ആളുകൾ ജയിലിൽ കിടക്കുക, ശീതോഷ്ണവാന്മാരാണ് അവർ. അതുപോലെ ഈ നൈജീരിയയിൽ കൂട്ടക്കൊലക്കകത്ത് പെട്ടുപോകുന്ന ആയിരക്കണക്കിനായ ദൈവമക്കൾ ശീതവാന്മാരാണോ ഉഷ്ണവാന്മാരാണോ? എന്താ അത്?
ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് എല്ലാ കാലത്തും ഉള്ളതാണ്. അത് അതിൻ്റെ ഉത്തരം. അടുത്തത്, ഈ എൻ്റെയും എന്ന് പറയുന്നത് ഇന്നലെ തുടങ്ങിയൊന്നും അല്ല. അത് ഈ 2000 ആണ്ടുകൾക്ക് പറയുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ അന്ത്യകാലം വന്നെടുത്തേന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച കൊല്ലങ്ങാട് തുടങ്ങിയ സംഗതി അന്നൊരു ധാരണയിലായിരിക്കുന്നത്. എൻ്റെയും ചർച്ച പീരീഡ് തന്നെയാണ് എൻ്റെയും. അപ്പൊ ആ എൻ്റെയിമില് ഏതാണ്ടല്ല ഒരുപോലെ ഈ പ്രവണതകൾ വരും. ആ പ്രവണതകൾക്കകത്ത് പീഡ ഒരു ഉറപ്പായ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പീഡ എന്ന് പറയുന്നതിന് പല തലമാണ്. അതിൽ ഒന്നാണ് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ, മറ്റൊന്ന് ആന്തരികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ. ഇതെല്ലാം എന്നും ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ മനുഷ്യന് അതിലൂടെ കൊള്ളാവുന്നവനായിട്ട് തെളിയണം. അവിടെയാണ്. പിന്നെ റിവൈവൽ, ഈ ഉണർവെന്ന് പറഞ്ഞാൽ ഒരു കോമൺ അനുഭവം അല്ല, വ്യക്തിപരമായ അനുഭവമാണ്. ആ വ്യക്തികൾ കൂടുമ്പോൾ അത് കോമൺ ആയി മാറുന്നത് വേറൊരു കാര്യം. എനിക്കും സാറിനും എല്ലാം കൂടെ അങ്ങനെ അനുഭവം വരുമ്പോൾ അത് കോമൺ ആയിട്ട് മാറും. പക്ഷെ ഇത് വ്യക്തിയിൽ ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ്. ഇതിന്റെ മീതെ നമ്മൾ ചെയ്തൊരു കാര്യം, ഉണർവെന്ന് കേൾക്കുമ്പോഴേ ഈ രോഗി സൗഖ്യമായതോ ഭൂതം വിട്ടുപോയതൊക്കെ അതിന് കഥകളിലേക്ക് നമ്മൾ ചുരുങ്ങുകയാണ്. കർത്താവിന്റെ പഠിപ്പുകൾ ഇത് LKG ലെവലാണ്. ഭൂതങ്ങൾ വിട്ടുപോയതിലല്ല കാര്യം, പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കണം. അപ്പൊ പേര് സ്വർഗത്തിൽ എഴുതിക്കത്തക്ക വിധത്തിലേക്ക് മനുഷ്യരെ പ്രാപ്തരാക്കുന്ന മെസ്സേജുകൾ, ഉൾക്കാഴ്ചകൾ, നമ്മൾ വചനത്തിന്റെ മുന്നിൽ ഇരിക്കേണ്ട അവസ്ഥകൾ, ഇതിലൂടെ നമ്മൾ എല്ലാവരും സഞ്ചരിക്കാൻ ഒരുമ്പിട്ട് കഴിയുമ്പോൾ കാര്യം മാറും. ഇന്ന് നമുക്ക് പറ്റിയിരിക്കുന്നത് ചുരുക്കം ചിലർ വരുത്തുന്ന ചില പ്രശ്നങ്ങൾ, കാരണം ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില മിസ്റ്റേക്കുകൾ, അധികാരത്തോടുള്ള താല്പര്യം, പണത്തോടുള്ള ചിലതരം മോഹം, ഇങ്ങനെയുള്ള ചില ചിന്തകൾ വന്നിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ആഴത്തെ കുറച്ചു. ഇത് ഒന്ന് ട്രീറ്റ് ചെയ്യേണ്ടതാണ്, സ്പിരിച്വലി ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് മാറിക്കൊള്ളും. മാറിക്കൊള്ളും വെച്ചാലും മാർക്സ് എഴുതിയിട്ടുള്ള ചിന്താർഹമായ ഒരു കാര്യമാണ്. കാൾ മാർക്സ് ഒരു വലിയ ദാർശനികനായിരുന്നു. വലിയ സന്തോഷം. ഇയാൾ 28 വയസ്സുള്ളപ്പോഴേ ഈ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഇന്നും മനുഷ്യനെ ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 28. അപ്പോൾ അതിനദ്ദേഹം ഒരു കാര്യം എഴുതി. ഈ കുറെ കഴിഞ്ഞ് അവൻ പ്രതീക്ഷിക്കുന്ന ഒരു സുന്ദര ലോകം കിട്ടാതെയും ഒരു ആദർശ ലോകം കൺമുമ്പിൽ കാണാതെയും വരുമ്പോൾ വിപ്ലവകാരിയുടെ മനസ്സും മടുത്തിട്ട് അവൻ ഇത് വിട്ടിട്ടു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരുത്തൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് ഇത് BJPയിലും കോൺഗ്രസിലും ഒക്കെ ചെല്ലും, ആം ആദ്മിയിലും ഒക്കെ ചെല്ലും. പക്ഷെ അവനെ പേടിക്കേണ്ട കാര്യമില്ല. എന്തെന്നാല് ഒരു ദിവസം യഥാർത്ഥ വിപ്ലവം പൊട്ടിപ്പുറപ്പെടും. എല്ലാ ഫാക്ടറികളും പിടിച്ചെടുക്കാൻ തൊഴിലാളികളുടെ വലിയൊരു മുന്നേറ്റം തെരുവിലൂടെ വരും. ആ ജാഥയിൽ മുഴങ്ങുന്ന മുദ്രാവാക്യം കേൾക്കുമ്പോൾ അവന് ഓടി വരുന്നു കൂടെ. കാരണം അവന്റെ രക്തത്തിൽ ഇത് കിടപ്പുണ്ട്. മനസ്സിലായില്ലേ? ആ മനുഷ്യൻ എഴുതിയ ദീർഘവീക്ഷണം കണ്ടില്ലേ? ഇങ്ങനെ പോകുന്ന വഴിക്ക് BJP പോയതും രാഷ്ട്രീയം വിട്ടവനും എല്ലാം ഇതിനകത്ത് ചെന്ന് ചേരുവതും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ശക്തിയാണ് പറഞ്ഞത്. അതിലും വലിയൊരു പ്രത്യയശാസ്ത്രം നടക്കുന്നവരാണ് നമ്മള്. ജെന്യുവിനായിട്ടുള്ള ഒന്ന്. ആ ജെന്യുവിനായിട്ടുള്ള ഒരു കാര്യം നടന്നു കഴിയുമ്പോഴേക്ക് അണിചേരാൻ ആളുകൾ വ്യഗ്രതപ്പെട്ടു വരും. ഇന്നിവിടെ കാണുന്ന സിസ്റ്റം മുഴുവൻ തകർന്നിട്ട് ഏറ്റവും ഫലപ്രദമായ നിലയിൽ ക്രിസ്ത്യൻ ഫെയ്ത്ത്, ഞാൻ പറയാറുണ്ട്, ലോകത്ത് അനധിവിദൂര ഭാവിയിൽ 3 ചിന്തകൾക്കേ നിലനിൽക്കാൻ പറ്റും. 3 ചിന്തകൾ. അതിലൊന്ന് ക്രിസ്ത്യാനിറ്റിയാണ്, മറ്റൊന്ന് അടുത്തായിട്ടുള്ളത് ബുദ്ധിസം പോലെ ഒരു മതമാണ്, 4ാമത് നിരീശ്വരത്വമാണ്. ബാക്കി സയൻസിന്റെ ശാസ്ത്രാവബോധത്തിന്റെ മുന്നേറ്റത്തിൽ ഇത്തരം മതങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ശാസ്ത്രാവബോധം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കാണുന്ന ശാസ്ത്രം മാത്രമല്ല, സാമൂഹിക ശാസ്ത്രമുണ്ട്, മനുഷ്യാവകാശമുണ്ട്. ഇതിൻ്റെയൊക്കെ ചിന്തകൾ ലോകത്തിടക്കുമ്പോൾ അറബി രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹിന്ദുയിസത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മാനവികത എവിടെ ഇരിക്കുന്നത്? ക്രിസ്ത്യാനിറ്റിയിലെ ഈ മൂല്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു വിഭാഗം ക്രൈസ്തവരുണ്ടാകും, അപ്പുറത്ത് നിരീശ്വരന്മാരുണ്ടാകും, പിന്നെ ഒരു സമരസപ്പെടുത്തുന്ന ബുദ്ധിസം പോലെ ചിന്തയും വരും. ലോകം ഒരു 500 കൊല്ലം കൂടെ നിലനിന്നാൽ, 1000 കൊല്ലം കൂടെ നിന്നാൽ അവിടെ ഒക്കെ സർവൈവ് ചെയ്യാൻ ഈ 3 ചിന്തയ്ക്കേ പറ്റുള്ളൂ. ബാക്കി മതങ്ങളുമൊക്കെ സൗരാഷ്ട്ര മതത്തിന് സംഭവിച്ച പോലെ അത് വലിയൊരു മതമായിരുന്നൊരു കാലത്ത്. ഇതൊക്കെ കാലഹരണപ്പെട്ടു പോകും. കാലഹരണപ്പെടാൻ കാരണം എന്താ? അതിൽ മനുഷ്യത്വം ഇല്ല. ബുദ്ധിസത്തിൽ മനുഷ്യത്വമുണ്ട്, നിരീശ്വരവാദത്തിലും മനുഷ്യത്വമുണ്ട്, മാനവികത അവർ സംസാരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി അതിൽ തന്നെ മാനവികതയുടേതാണ്. അപ്പോ അങ്ങനെ ഒരു കാലം. ഇനി ഉണർവ് എന്ന് പറയുന്ന ആ സംഭവം, അതിന് പ്രതിഭാസം എന്നൊന്നല്ല പേരിടേണ്ട, ആഗോള വ്യാപകമായി സംഭവിക്കേണ്ടതാണെന്നോ വരവിന് മുമ്പ് ഉണർവുണ്ടാകണമെന്നോ ശടിക്കാനോ ഇത് സംഭവിച്ചു കൂടുന്നില്ല. അതല്ല നമ്മുടെ എയിം ഉള്ള മനുഷ്യരെ പ്രാപ്തരാക്കുക, അതിന് സജ്ജരാക്കുക. അവരുടെ ഉള്ളിൽ ഈ കിടക്കുന്ന ഈ വെൽനസ് ബോധം, അതിനെപ്പറ്റിയുള്ളൊരു ചിന്ത, അതിൽ കിട്ടിയിരിക്കുന്ന വെൽനസ് എന്നോ വെൽഫെയർ എന്നൊക്കെ പറയുന്ന ഒരു സ്പിരിച്വാലിറ്റി, പ്രോസ്പിരിറ്റി, ഇതേക്കുറിച്ചൊക്കെ ഉള്ള ധാരണകളിൽ മാറ്റം വരണം. മാറ്റം വരുമ്പോൾ വസ്തുതകളൊക്കെ നോർമലായിട്ട് മാറും. താങ്ക് യു പാസ്റ്റർ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും പഠിക്കാനും ഒക്കെ സാധിച്ചു. എനിക്കറിയാം തിരക്കുള്ള ദിവസമൊക്കെയാണ്. കുറേ ചോദ്യങ്ങൾ ഞാൻ കൂടുതൽ ചോദിച്ചെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചെറിയ ചോദ്യം കൂടെ, വ്യക്തിപരമായിട്ട് കുടുംബത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് 2 വാക്കിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ളൊരു അവകാശം ഉണ്ടാകും.
ആ, എൻ്റെ വൈഫ് റേച്ചൽ എന്നാണ് പേര്. സാലി എന്നാണ് വീട്ടിൽ വിളിക്കുക. 3 മക്കള്. മൂത്ത ആളുടെ പേര് കൃപ എന്നാണ്. അവള് വിവാഹിതയാണ്. അവൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. അത് കഴിഞ്ഞ് BEdന് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. പഠിച്ചുകൊണ്ട് വിവാഹം കഴിഞ്ഞ് പഠിക്കുന്നു. അവളെ വിവാഹം കഴിച്ച മോന് സേതു എന്നാണ് പേര്. ഹിന്ദു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നതാണ്. സേതു വീട്ടിൽ ഒരേ ഒരു മോനാണ്. അയാൾ MA ലിറ്ററേച്ചറാണ്. BA ഹിസ്റ്ററി, MA ഹിസ്റ്ററി ഉണ്ട്, MA ലിറ്ററേച്ചറും ഉണ്ട്. പിന്നെ അതിനുശേഷം വിദേശത്ത് കാനഡയിൽ ഉപരിപഠനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അതാണ് അവരുടെ പശ്ചാത്തലം. രണ്ടാമത്തെ ആള് കീം എൻട്രൻസ് പരീക്ഷ പാസ്സായിട്ട് കഴിഞ്ഞ വർഷം മെഡിസിന് ചേർന്നു. അത് പാലക്കാടാണ്. പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചേർന്നു. ഇളയത് മോനാണ്. അവന് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA അത് 3-ാം വർഷത്തിലേക്ക് കയറി. അതാണ് നിലവിലെ കുടുംബസ്ഥിതി. താമസിക്കുന്നത് വാഴൂർ എന്ന് പറഞ്ഞ ദൈവത്തിന് സ്തോത്രം. ഒത്തിരി സന്തോഷം. ഈ സമയങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകരുടെ പേരിലുള്ള നന്ദി പറയുകയാണ്. സാധാരണ നമ്മുടെ പ്രോഗ്രാംസ് അവസാനിക്കുന്നത് നമ്മുടെ ഗസ്റ്റ് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാണ്. പ്രിയപ്പെട്ട അനിൽ പാസ്റ്റർ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും. സ്വർഗപിതാവേ, നന്ദിയോടങ്ങേ സ്തുതിക്കും. ഇത് റെക്കോർഡറാണ്. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിന്നീടാകും ഇത് ടെലികാസ്റ്റ് ചെയ്യുക. അന്നിരുന്ന് കാണുന്ന മനുഷ്യനും കാലമേറെ കഴിഞ്ഞ് കാണുന്ന മനുഷ്യർക്കും ഇതിന് നെടുനായത്വം വഹിച്ച അങ്ങയുടെ മകനും ഒപ്പം സഹകരിച്ച സാധുവായ അടിയനും ഈ പ്രാർത്ഥന അനുഗ്രഹമാകേണ്ടത് അവരെല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഞങ്ങൾ അവരെ മാനസികമായിട്ട് ഉൾക്കൊള്ളുമ്പോൾ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന മഹാദൈവത്തിൻ്റെ കാരുണ്യം ഇത് കേട്ട മനുഷ്യർക്ക് ആശ്വാസമാകണം. സത്യദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിപ്പാൻ കർത്താവ് കൃപ നൽകണം. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണം. നിങ്ങളുടെ സംഭാഷണങ്ങളിലെ ആത്മസ്പർശം ഈ ജീവിതങ്ങൾക്ക് വിടുതലായിത്തീരണം. ദ്രവിച്ചു പോകുന്ന വസ്ത്രം, നശിച്ചു പോകുന്ന ആഹാരം, ഒരിക്കൽ നഷ്ടപ്പെടുന്ന പേരും പെരുമയും ഇതിൻ്റെ പിന്നാലെ സഞ്ചരിക്കാതെ നിലനിൽക്കുന്ന ക്രൂശിനു വേണ്ടി ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. ഈ തോളുകൾ ഞങ്ങൾ കുരിശ് ചുമക്കാൻ ഏൽപ്പിച്ചു തരുന്നു. ഈ ശരീരം ചാട്ടക്കേൽപ്പിച്ചു തരുന്നു. ഈ ഹൃദയം മുഴുവൻ തമ്പുരാനോടുള്ള ആത്മാർത്ഥതയിൽ എന്നും തേങ്ങുന്ന അനുഭവത്തിനായിട്ട് ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളിൽ തെറ്റും കുറ്റങ്ങളും വരുമ്പോഴൊക്കെ നീ യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കണമേ. യേശുവിൻ നാമത്തിൽ ഇന്ന് ഞങ്ങളോടൊപ്പം ചിലവഴിച്ച എല്ലാ അങ്ങയുടെ മക്കളെയും തൊട്ടനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.